ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകവൃക്ഷാമിത്തം ധർമ്മസുമൂഢചേതക യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഇന്നലെ നമ്മൾ 5-ാം അധ്യായത്തിൽ സന്യാസയോഗത്തിൽ 10 ശ്ലോകം വരെയാണ് നമ്മൾ ചിന്തിച്ചത്. ആ 10 ശ്ലോകങ്ങളൊന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അഥ പഞ്ചമോധ്യായക സന്യാസയോഗ അർജുന ഉവാച സന്യാസം കർമ്മണാം കൃഷ്ണ പുനഃയോഗം ശംസസി യശ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. ശ്രീ ഭഗവാനുവാച സന്യാസകർമ്മയോഗശ്ച നിശ്രേയസ്സകരാഭവൗ തയോസ്തു കർമ്മസന്യാസാൽ കർമ്മയോഗോ വിശിഷ്യതേ. ജ്ഞേയസ്യ നിത്യസന്യാസി യോ ന ദ്വേഷ്ടി ന കാംക്ഷതി നിർദ്ദന്തോ ഹി മഹാബാഹോ സുഖം ബന്ധാൽ പ്രമുച്യതേ. സാഖ്യയോഗൗ പൃഥക് ബാലാഃ പ്രവദന്തീന പണ്ഡിതാഃ ഏകമഭ്യാസ്തിതഃ സമ്യക് ഉഭയോർവിന്ദതേ ഫലം. യസ്സാഖ്യൈ പ്രാപ്യതേ സ്ഥാനം തദ്യോഗൈരഭിഗമ്യതേ. ഏകം സാഖ്യം ച യോഗം ച യ പശ്യതി സ പശ്യതി. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തം അയോഗതാം യോഗയുക്തോ മുനിർബ്രഹ്മ ന ആചിരേണാധിഗച്ഛതി. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയഃ സർവഭൂതാത്മാ ഭൂതാത്മാ കുർവന്നപി ന ലഭ്യതേ. നൈവ കിഞ്ചിൽ കരോമീതി യുക്തോ അന്യേത തത്വവിൻ പശ്യൻ ശൃണൻ സ്പശ്യൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസർജൻ ഗ്രഹണൻ ഉന്മിച്ഛൻ നിമിച്ഛന്നപി ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. ബ്രഹ്മണ്യാധ്യായ കർമാണി സംഘം ത്യക്ത്വാ കരോതി യ ലിപ്യതേന സ പാപേന പത്മപത്രാഭിപാംബസാം. യാതൊരാൾ ഫലാസക്തി ഉപേക്ഷിച്ച് കർമ്മങ്ങളെല്ലാം ബ്രഹ്മാർപ്പണമായിട്ട് ചെയ്യുന്നുവോ അയാൾ വെള്ളത്താൽ താമരയില നനയ്ക്കപ്പെടാത്തതുപോലെ പാപത്താൽ ലേപനം ചെയ്യപ്പെടുന്നില്ല. അഥവാ കർത്തൃത്വഭാവം വെടിയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഭഗവാൻ പറഞ്ഞു. അതിന് കുറേയധികം പ്രാക്ടീസ് വേണം. ഫലാസക്തി വെടിഞ്ഞ് ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കർത്തൃത്വഭാവം ക്രമേണ നീങ്ങി മനസ്സ് ശുദ്ധമാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എല്ലാ കർമ്മങ്ങളും ഇങ്ങനെ ഫലാസക്തിയും ഞാനെന്ന ഭാവവും ഇല്ലാതെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് അത്ര എളുപ്പം സാധിക്കില്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ അതിലേക്ക് എത്താനുള്ള എന്താ? ഈശ്വര കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും ഇങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാം. നമ്മൾ നാമം ജപിക്കുകയോ ഒരു ക്ഷേത്ര ദർശനം നടത്തുവോ ഇല്ലെങ്കിൽ അങ്ങനെ ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട് ഭക്തിഭാവത്തിൽ എന്തൊക്കെ ചിന്തിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അതിൽ ഫലശക്തി ഉണ്ടാകാൻ പാടില്ല, അതിൽ ഞാനെന്ന ഭാവം ഉണ്ടാകാൻ പാടില്ല. അതിൽ ആദ്യം അച്ചീവ്മെന്റ് ഉണ്ടാക്കുക. അങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് കുറേശ്ശെ ബാക്കിയുള്ള കാര്യങ്ങളിലും അത് തന്നെ സ്വഭാവം അതനുസരിച്ച് മാറും. ഇത് തന്നെ നിത്യനൈമിത്യ കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നത് ഫലാസക്തിയോ ഇതൊക്കെ ചെയ്തിട്ട് എന്താ, നാമം ജപിച്ചിട്ട് എന്തിനാ എന്നൊക്കെ നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നും. അത് കാണുന്നവർ ചിലപ്പോൾ ചോദിക്കുകയും ചെയ്യും, ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പം എന്താ പ്രയോജനം? വെറുതെ ഇരുന്ന് കുറച്ച് നാമം ജപിക്കുക, ഇല്ലെങ്കിൽ ഇതുപോലുള്ള ശാസ്ത്രങ്ങൾ പഠിക്കുക, ഗ്രന്ഥങ്ങൾ പഠിക്കുക, ഇതും കൊണ്ട് ഇപ്പം എന്താ പ്രയോജനം? ഇതുവരെ ഒന്നും ചെയ്തിരുന്നില്ലല്ലോ, ഇപ്പം ചെയ്തിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കാനിടവരും. അതൊക്കെ ചോദ്യങ്ങളൊക്കെ അവിടെ നിന്നോട്ടെ. അതിലൊന്നും നമ്മൾ ചെയ്യാനുള്ള അതിൻ്റെ ഫലത്തെ പറ്റി ചിന്തിക്കുന്നവരാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നമ്മൾ ഫലേച്ഛയില്ലാതെ ഈശ്വരകാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനെയും ചോദ്യം ചെയ്യാൻ ആൾ വരും. അപ്പൊ നമ്മൾ അതൊന്നും കണക്കാക്കരുത്, അതിനെയൊക്കെ ഓവർകം ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈശ്വര കാര്യങ്ങളിൽ വ്രതം നോക്കുന്നത് എന്തിനാ, നാമം ജപിക്കുന്നത് എന്തിനാ, ക്ഷേത്ര ദർശനം കൊണ്ട് എന്താ പരിപാടം, ഈ വഴിപാട് കഴിച്ചിട്ട് എന്താ പ്രയോജനം, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ നമ്മളിൽ തന്നെ ഉണ്ടാകും. ആ ബാക്കിയുള്ളവർ ചോദിക്കുന്ന പൊട്ടേ നമ്മളിൽ തന്നെ ചോദ്യം ഉണ്ടാവും. അപ്പൊ അതിനെയൊക്കെ ഓവർകം ചെയ്തോളാം.
അത് ശീലമാക്കണം. ഫലേച്ഛയില്ലാതെ ഈശ്വരാർപ്പണമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും എച്ചുഘോഷി തഥാശ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഫലേച്ഛയില്ലാതെ, ഞാനെന്ന ഭാവം ഇല്ലാതെ, എന്തെങ്കിലും കിട്ടിയാൽ തന്നെ എൻ്റെ എന്നുള്ള ഭാവം ഇല്ലാതെ അത് അർപ്പണബോധമായിട്ട് ചെയ്യാൻ സാധിച്ചാലാണ് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കൂ. അത് മാത്രമാണ് ഒരേ ഒരു എളുപ്പമാർഗം. അതിന് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും നിത്യനൈമിത്യ കർമ്മത്തിലൂടെ. അത് ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് ഈശ്വര കാര്യങ്ങളെങ്കിലും ഇങ്ങനെ ഫലേച്ഛയില്ലാതെ ചെയ്യാൻ പഠിക്കണം. അപ്പോഴേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ആ സ്വഭാവത്തെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കൂ. അപ്പം കായേന മനസ്സ ബുദ്ധ്യ കേവലൈ ഇന്ദിരൈരപി യോഗിന കർമ്മ കുർവന്തി സംഘം തെക്വാ ആത്മശുദ്ധയെ. നമുക്ക് ഈ ആത്മബന്ധം ഇല്ലെ ഈ ബന്ധനത്രയത്തിൽ നിന്ന് മുക്തി നേടണമെന്നുണ്ടെങ്കിൽ കായേന മനസാ ബുദ്ധ്യ കേവലൈ ഇന്ദ്രിയൈരപി യോഗിന കർമ്മ കുർവന്തി സംഘം തെക്വാത്മശുദ്ധയെ. ശുദ്ധ ആത്മാവിനെ ശുദ്ധമാക്കി എടുക്കണം. നമ്മുടെ കർമ്മബന്ധനങ്ങളെ കൊണ്ട് പൂർവജന്മാർജിതമായിട്ടുള്ള ബന്ധനത്രയങ്ങളും ദുഃഖത്രയങ്ങളും കാരണം ബന്ധനം നമ്മുടെ ആത്മാവ് ശുദ്ധമല്ലാതെ ഇരിക്കുകയാണ്. ആ ശുദ്ധമല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മശുദ്ധിക്ക് ആയിക്കൊണ്ട് കർമ്മം ചെയ്യണം. നമ്മൾ ഏത് കർമ്മം ചെയ്യുന്നതുണ്ടെങ്കിലും ആത്മശുദ്ധിക്കായിക്കൊണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരേ ഒരു വഴിയുള്ളൂ, കർത്തൃത്വ അഭിമാനമില്ലാതെ ചെയ്യണം. എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും ഈശ്വരാർപ്പണമാണ്. അവിടെ ആത്മശുദ്ധി ഉണ്ടാകും. ഇല്ലെങ്കിൽ ഒരിക്കലും ആത്മശുദ്ധി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ യോഗിന സംഘം തെക്വ, കർമ്മയോഗികൾ ആസക്തി ഉപേക്ഷിച്ച് ആത്മശുദ്ധിക്കായിക്കൊണ്ട് കായേന മനസാ ബുദ്ധിയ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും കേവല ഇന്ദ്രിയൈരപി, കേവലം ഇന്ദ്രിയങ്ങളെ കൊണ്ടും കർമ്മ കുർവന്തി, കർമ്മം ചെയ്യുന്നു. അങ്ങനെ ആത്മബോധത്തിലേക്ക് പോകുന്നവർ ഇങ്ങനെ ചെയ്യുന്നാണ് ഭഗവാൻ പറയുന്നത്. അവിടെ സംശയമൊന്നുമില്ല. കർമ്മയോഗിയ ഫലാസക്തി കൂടാതെ കർമ്മശുദ്ധിക്കായിക്കൊണ്ട് ശരീര മനോബുദ്ധികളെ കൊണ്ടും കേവലം ഇന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യുന്നു. കേവല ശബ്ദത്തിനിടെ മമതാബുദ്ധി കൂടാതെയുള്ള എന്ന അർത്ഥം എടുക്കണം എന്ന് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. ഒന്നിനോടും ഈശ്വര കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും അതിന് ഒന്നിനോടും മമത വെക്കരുത്, അറ്റാച്ച്മെന്റ് ഉണ്ടാക്കരുത് എന്നർത്ഥം. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ വാസനാബലം ഉണ്ടാകുന്ന അനുസരിച്ച് അറ്റാച്ച്മെന്റ് ഉണ്ടാകും, മമതാബന്ധം ഉണ്ടാകും. നിസ്സാരം നിങ്ങൾ ദിവസവും സഹസ്രനാമം ജപിക്കുന്ന ആളാന്ന് വെച്ച് കഴിഞ്ഞു, ആ സഹസ്രനാമത്തിനോടും ആ ചെയ്യുന്ന കർമ്മത്തിനോടും മമത ഉണ്ടാക്കും. അപ്പം എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം നിങ്ങൾ ചെയ്യാതെ ഇരുന്നാൽ അത് വിഷമായിട്ട് ദുഃഖത്തിന് കാരണമായി മാറും. ചെയ്താൽ ചെയ്തു, ചെയ്തില്ല സിദ്ധ്യോ സമഭൂത്ത, ഫലേച്ഛ ഇല്ലാതെ ചെയ്യാന്ന് പറയാം. അപ്പം ഈ സുഖവും ദുഃഖവും ഒക്കെ വരുന്ന കൂട്ടത്തില് ദിവസവും ചെയ്യുമ്പം അതിൻ്റെ പോസിറ്റീവ് എനർജി നിങ്ങളുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഉത്സാഹവും സുഖവും ഒക്കെ തോന്നും. എന്നാൽ ഒരു ദിവസം ഏതെങ്കിലും കാരണത്തെ ചെയ്യാതിരുന്നാലോ അവിടെ വരുന്ന ദുഃഖമായിരിക്കും. ആ ദുഃഖത്തെയും സ്വീകരിക്കാൻ തയ്യാറാകണം. അവിടെയാണ് ഫലേച്ഛ ഇല്ലാതെ കർമ്മം ചെയ്യാൻ പഠിക്കുക എന്ന് പറയുന്നത്. ഈ നമുക്ക് ദിവസവും എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ പൂർവ്വജൻ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ അനുസരിച്ചുകൊണ്ട് ഒരു ദിവസം ചിലപ്പോൾ നല്ല മൂഡായിരിക്കും, ഒരു ദിവസം ആകെ മൂഡ് ഔട്ടായിരിക്കും. എന്നാൽ ഇതിൻ്റെ മൂഡ് നല്ല മൂഡായിരിക്കുന്ന സമയത്ത് അന്നെന്താ നല്ല ഉത്സാഹമാണല്ലോ, എന്താ കാരണം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ മൂഡ് ഔട്ടാകുന്ന വിഷമമുള്ള ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ആകെ മൂഡ് ഔട്ടായിരിക്കും, ഒന്നിനും ഉത്സാഹമില്ലാത്ത. എന്താ മൂഡ് ഔട്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം പറയാൻ പറ്റില്ല. അത് ഡിപ്രസ് ചെയ്ത് കിടക്കുന്ന അസുഖവും ദുഃഖവും നമ്മൾ അമർത്തി വെച്ചിരിക്കുന്നത് എപ്പോഴെങ്കിലും പുറത്തു വരും. അപ്പൊ ഫലേച്ഛ കൊണ്ട് കർമ്മം ചെയ്യുമ്പം അവിടെ ഡിപ്രഷൻ ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷം പ്രകടിക്കപ്പെടേണ്ട സമയത്ത് ചിലപ്പോൾ പ്രകടിപ്പിക്കാൻ പറ്റില്ല. മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നു എന്നൊക്കെ തോന്നിയിട്ട് അവിടെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഭാവം പ്രകടമാക്കും. ഇങ്ങനെ ദുഃഖം പ്രകടിപ്പിക്കേണ്ട സമയത്ത് ചിലപ്പോൾ ദുഃഖം പ്രകടിപ്പിക്കാൻ പറ്റാതെ അപ്പോൾ ഡിപ്രസ് ചെയ്തു. ഇത് കുറേ ഡിപ്രസിറ്റി ആക്കി കഴിയുമ്പം കുറേ കഴിയുമ്പോൾ അത് കുറേശ്ശെ പുറത്തു വരും. എപ്പോഴാണ് വരണേന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമുക്കൊരു 50-60 വയസ്സ് കഴിയുമ്പോഴൊക്കെ ആയിരിക്കും, റിട്ടയർ ചെയ്യുന്ന ഏജിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ടാവുക. അത് പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ഈ പൂർവ്വജന്മാർജിതമായിട്ടുള്ള ഈ ജന്മത്തിൽ തന്നെ ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചതൊക്കെ ചിലപ്പോൾ പുറത്തു വരും. പൂർവ്വജന്മത്തിലെ കാര്യം പറയണ്ട, ഈ ജന്മത്തിലെ തന്നെ അത്. പക്ഷേ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എന്താ മൂഡ് ഔട്ടിൻ്റെ കാരണം, ഇല്ലെങ്കിൽ എന്താ ഉത്സാഹം തോന്നണമെന്ന് ചോദിച്ചാൽ അത് പണ്ട് കിടന്നിരുന്ന ഡിപ്പോസിറ്റായി കിടന്നിരുന്ന പുറത്തു വരുന്നതാണ്. അപ്പം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, വിശദീകരണം കൊടുക്കാനും പറ്റില്ല. എന്തുകൊണ്ടാണ് മൂഡ് ഔട്ട് ആയതെന്നോ എന്താണ് നല്ല മൂഡെന്നോ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ
ചെയ്യുന്ന കർമ്മങ്ങളിൽ ഉണ്ടാകുന്ന, ഇപ്പൊ നാമം ജപിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം സഹസ്രനാമം ദിവസവും ജപിക്കുന്ന ആള് ഒരു ദിവസം ഏതെങ്കിലും കാരണം കൊണ്ട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടോ ഇല്ലേ മറ്റെന്തെങ്കിലും വാലാമ്മ പുലയൊക്കെ വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ ജപിക്കാൻ പറ്റില്ല. ജപിക്കാൻ പറ്റുമോ പറ്റില്ല ഈ സംശയമൊക്കെ ആവും. അപ്പം അത് ചെയ്യാതിരുന്നാൽ നമുക്ക് അതിൻ്റെതായ ഉത്സാഹം നഷ്ടപ്പെടും. അതായത് അതുകൊണ്ടൊരു വിഷമം ക്രിയേറ്റ് ആകും. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആകെ ഏത് കാര്യമാണെങ്കിലും ഭൗതികമാണെങ്കിലും ചിലപ്പോൾ നമുക്ക് മൂഡ് ഔട്ട് ആവും. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, എന്ത് ചെയ്തിലും അത് ഈശ്വര കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ഫലേച്ഛ ഇല്ലാതെ ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു ദിവസം ചെയ്യാൻ പറ്റിയ ചെയ്തു, അത് ആത്മശുദ്ധിക്ക് നിഷ്കളങ്കമായിട്ട് എടുക്കണം, പക്ഷപാതമില്ലാതെ എടുക്കണം. ചെയ്യാൻ പറ്റിയ ചെയ്തു, ചെയ്തില്ല അതിൽ കോൺസിക്വൻസീസ് എന്താ ഉണ്ടെന്നത് ചിന്തിക്കാൻ അവിടെ ഫലേച്ഛയിലേക്ക് പോകുമ്പോഴാണ് അത് വിഷമവും സന്തോഷമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ക്രിയേറ്റ് ആണ്, അവസ്ഥ ക്രിയേറ്റ് ചെയ്യണം. അതിനാണ് അവിടെ ആത്മശുദ്ധി ഉണ്ടാകുമ്പോൾ തന്നെ, ആത്മബോധം ഉണ്ടാകുന്ന സമയത്ത് ഇത് തന്നെ ക്രിയേറ്റ് ആയിട്ട് വരും. ഒരു ദിവസം ജപിക്കാൻ പറ്റിയാൽ ജപിച്ചില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്കൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ അതാണ് ഇവിടെ ആത്മശുദ്ധി ഉണ്ടായാലാണ്, ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഫലേച്ഛ ഇല്ലാതെ കർമ്മം ചെയ്യാൻ പറയുന്നത്. അത് ഈശ്വര കാര്യങ്ങളിൽ ആദ്യം അച്ചീവ്മെന്റ് ഉണ്ടാക്കുക, അതേ ചെയ്യാൻ പറ്റുമോ? കാരണം നമുക്ക് എന്തായാലും പറഞ്ഞില്ല, ഈ കർത്തൃത്വം അഭയം ഞാനെന്ന ഭാവവും എൻ്റെ എന്നുള്ള ഭാവവും ശരീരം ഉള്ളിടത്തോളം കാലം വിടാൻ പറ്റില്ല. അപ്പൊ ഈശ്വര കാര്യങ്ങൾ ചെയ്യുമ്പോഴെങ്കിലും ദേഹബോധത്തെ വിട്ടിട്ട് ദേഹിബോധത്തിലേക്ക് എത്തിയാൽ മാത്രമേ ആത്മശുദ്ധി ഉണ്ടാവൂ. ആത്മശുദ്ധി നമുക്ക് എപ്പോൾ ക്രിയേറ്റ് ആകുന്നു, എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഗതി അനുസരിച്ചായിരിക്കും അതിന്റെ അച്ചീവ്മെന്റ്. നിങ്ങൾ ഈശ്വര കാര്യങ്ങൾ ചെയ്യുന്നത്, ഒരു കാര്യം ചെയ്താൽ സ്വല്പം അഭ്യസ ധർമ്മസ്യതായതോ മഹതോഭയ എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും ഇങ്ങനെ ഫലേച്ഛ ഇല്ലാതെയും എന്താ പറഞ്ഞ കർത്തൃത്വ അഭിമാനമില്ലേയും ഈശ്വരാർപ്പണമായിട്ട് ചെയ്താൽ അതിൻ്റെ ഫലം മഹത്തായ ഫലത്തെ ആയിരിക്കും ഉണ്ടാക്കുക. അത് നിങ്ങളത് അതിൻ്റെ ഫലമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആ ഒരു സ്വഭാവത്തിലേക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഭൗതിക കാര്യങ്ങൾ, വീട്ടിൽ അടുക്കളയിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയാലും വേണ്ടില്ല, അടിച്ചു വാരിയാലും വേണ്ടില്ല, ഇറച്ചി വെട്ടിയാലും വേണ്ടില്ല, എന്ത് ചെയ്താലും വേണ്ടില്ല, ഈ ഒരു സന്തോഷം, ഈ ഒരു അവസ്ഥ ആത്മശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ കർമ്മത്തിലും ഇത് വ്യാപനം ചെയ്യാൻ തുടങ്ങും. അവിടെയാണ് ആത്മബോധം നിങ്ങൾക്ക് സ്ഥിരനിഷ്ഠമായിട്ട് നിൽക്കാൻ തുടങ്ങും, ആത്മനിഷ്ഠനായിട്ട് മാറുന്നത്. അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. കർമ്മയോഗികൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ലക്ഷ്യമിടുന്നവരെയാണ് കർമ്മയോഗികൾ. ഭൗതികമായ അച്ചീവ്മെന്റിന് വേണ്ടി ശ്രമിക്കുന്നവരല്ല അവിടെ കർമ്മയോഗി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കർമ്മയോഗികൾ ഫലത്തിൽ ആസക്തി കൂടാതെ ആത്മശുദ്ധിക്കായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് ഇന്ദ്രിയ മനോബുദ്ധികളെ കൊണ്ട്, അതായത് ശരീരം, മനസ്സ്, ബുദ്ധി ഇവയെ കൊണ്ട്, കേവലം ഇന്ദ്രിയങ്ങളെ കൊണ്ടും എന്തിനു വേണ്ടിയിട്ട്, ആത്മശുദ്ധിക്കായിക്കൊണ്ടാണ് കർമ്മം ചെയ്യുന്നത് എങ്കിൽ അത് ആത്മശുദ്ധി ഉണ്ടാകും. അപ്പൊ കേവല ശബ്ദത്തിനിടെ മമതാബുദ്ധി കൂടാതെ എന്നർത്ഥം. അപ്പൊ ആ ചെയ്യുന്ന കർമ്മങ്ങളിൽ പോലും മമതാബുദ്ധി ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടദേവതയെ പോലും ലിമിറ്റ് കൂടുതൽ അറ്റാച്ച്മെന്റും മമതയും വെക്കണ്ട. കാരണം ആ ഇഷ്ടദേവത എന്നെ കെട്ടിയിട്ട് ഭരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടദേവതയെ ഭജിക്കണം, അത് ഉപാധിയാണ്. പക്ഷെ ലിമിറ്റ് കൂടുതലാകരുത്. ലിമിറ്റ് കൂടുതലായാൽ പിന്നെ തൊട്ടേനും പിടിച്ചതിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടദേവത ഇന്റർഫയർ ചെയ്യാൻ തുടങ്ങും. അത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കും. ഈ ദേവതാ സങ്കല്പം ലിമിറ്റ് കൂടുതൽ സദാ തദ്ഭാവ ഭാവിതാക എന്ന് പറയുന്നത് നമുക്കത് വാസനാബലമായിട്ട് മാറും. എന്നാൽ ഇഷ്ടദേവതയെ ഭജിച്ചോളൂ, പക്ഷെ ലിമിറ്റ് കൂടുതൽ എന്നാൽ വെറുക്കാനും പാടില്ല. വെറുപ്പിച്ചാലും പ്രശ്നമാണ്. അപ്പൊ വെറുപ്പിക്കാതെ ഒരു ദൂരം കീപ്പപ്പ് ചെയ്ത് നിന്നോണം. ഭൗതികമായിട്ട് തന്നെ നമ്മുടെ മക്കളോടാണെങ്കിലും നമ്മുടെ വീടിനോടാണെങ്കിലും നമ്മൾ ഉണ്ടാക്കി വെച്ച വസ്തുക്കളോടാണെങ്കിലും ഭഗവാൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ, യസ് സർവത്രാനഭിസ്നേഹ തത്വപ്രാപ്യ ശുഭാശുഭം നാഭിനന്ദനത്വശി നസ്യ പ്രചാ പ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലിമിറ്റ് കൂടുതൽ അറ്റാച്ച്മെന്റും മമതയും ഒന്നിനോടുണ്ടാക്കരുത്. നമ്മൾ ദിവസം ജപിക്കുന്നതാണെങ്കിലും അറ്റാച്ച്മെന്റ് ലിമിറ്റിലാകുമ്പോഴാണ് ഒരു ദിവസം ജപിക്കാൻ പറ്റില്ലെങ്കിൽ മമതാബന്ധം വന്നാലാണ് നമുക്ക് വിഷമം ഉണ്ടാക്കുക. അപ്പോൾ ചെയ്യാൻ പറ്റിയ ചെയ്തു, ഒക്കെ നിഷ്കളങ്കമായിട്ട് നിഷ്പക്ഷമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ആത്മശുദ്ധിയിലേക്ക് എത്തുക. ആത്മാവിന്റെ ഭാവം എപ്പോഴും നിഷ്കളങ്കമാണ്, നിഷ്പക്ഷമാണ്. അത് ഈ സുഖദുഃഖങ്ങൾക്കോ ഈ ദ്വന്ദ്ഭാവങ്ങൾക്ക് അടിമയല്ല എന്നർത്ഥം. ആ ആത്മഭാവത്തിലേക്ക് നമ്മൾ എത്തിയാൽ പിന്നെയാണ് അനായാസര ജീവിതം സാധിക്കുക.
നമ്മൾ ഒരു കാര്യത്തിന് നമുക്ക് ഒരാളെ ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ല. ഏത് പ്രായത്തിലായാലും വേണ്ടില്ല. ഒരു കാര്യത്തിലും നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കാതെ, മറ്റൊരാളെ ദുഃഖിപ്പിക്കാതെ, ബുദ്ധിമുട്ടിക്കാതെ, നമുക്ക് നമ്മളും ബുദ്ധിമുട്ടാതെ ജീവിക്കണം. അതാണ് അനായാസന ജീവിതം. അത് ആത്മബോധം ഉണ്ടായാൽ മാത്രമേ സാധിക്കൂ. ആത്മബോധത്തിൽ സ്റ്റേബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഗീതാശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും. അപ്പോൾ അവിടെയാണ് ജീവൻ മുക്ത ഭാവത്തിലേക്ക് നമ്മൾ എത്തുക. അപ്പോൾ ശരീരം അത് നമ്മൾ ശരീരത്തോട് ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയെടുത്താലേ ശരീരം എപ്പോൾ വിട്ടുപോയാലും നമ്മൾ ഈശ്വരനിലേക്ക് എത്തുള്ളൂ. ആത്മശുദ്ധം ഉണ്ടായാൽ പരമമായ ശുദ്ധമായ ആത്മാവാണ് നമുക്ക് തന്നത്. അത് മലീനസമാക്കിയത് അതാ നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് നമ്മൾ തന്നെയാണ് മലീനസമാക്കിയത്. അപ്പോൾ അതിനെ തിരിച്ചു ശുദ്ധമാക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണെന്നർത്ഥം. അതെന്തുകൊണ്ടൊക്കെ വേണം? കേവല ശബ്ദത്തിന് ഇവിടെ ഇന്ദ്രിയ മനോബുദ്ധികളെ കൊണ്ടെന്ന് പറഞ്ഞ ശരീരം, മനസ്സ്, ബുദ്ധി. ആത്മാവ് അത് സ്ഥിരനിഷ്ഠമായിട്ട് നിൽക്കുന്ന എത്രയെത്ര ജന്മങ്ങൾ വന്നാലും വേണ്ടില്ല, ആത്മാവ് ഒന്ന് തന്നെയാണ്. ശരീരം മാറും, അതനുസരിച്ചുകൊണ്ട് ബുദ്ധിയും മാറ്റം വരും, മനസ്സിനും മാറ്റം വരും. മാറ്റങ്ങൾക്ക് വിധേയമാണ് അന്ധകരണം. എന്നാൽ ആത്മശക്തിക്ക് ഒരിക്കലും മാറ്റമില്ല. അത് സ്ഥിരനിഷ്ഠമായിട്ട്, നിഷ്പക്ഷമായിട്ട്, നിഷ്കളങ്കമായിട്ട് നിൽക്കുന്ന സത്യശുദ്ധ വസ്തുവായിട്ട് നിൽക്കും. അതിലേക്ക് എത്തണം നമ്മൾ. നമുക്ക് ശുദ്ധാത്മാവായിട്ടാണ് പരമാത്മാവിൽ നിന്ന് ശരീരമാകുന്ന വസ്തുവിലേക്ക് പകർന്നു നൽകി നമ്മൾക്ക് സർവ്വ സ്വാതന്ത്ര്യവും നൽകി ഇങ്ങോട്ട് വിട്ടേക്കണം. ഈ സർവ്വ സ്വാതന്ത്ര്യം നൽകിയതാണ് ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കുന്നത്. അതായത് നമ്മളെ ഇഷ്ടം പോലെ ജീവിക്കുമ്പം ഈ പറയുന്ന അവസ്ഥയിലേക്ക് ആത്മശുദ്ധിക്കായിക്കൊണ്ട് പിന്നെ ഒക്കെ ആത്മത്തിനെ മലീനസമാക്കിക്കൊണ്ടിരിക്കും, ആത്മശക്തിയെ ഓരോ ജന്മത്തിലും. അപ്പം അതിൽ നിന്ന് വീണ്ടും തിരിച്ച് ആത്മാവിനെ ശുദ്ധമാക്കി എടുക്കാനുള്ള വഴിയാണ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും എങ്ങനെ കർമ്മം ചെയ്യണം? ഫലാസക്തിയിലുള്ള ആസക്തി വെടിഞ്ഞുകൊണ്ട് ആത്മശുദ്ധിക്കായിക്കൊണ്ട് ചെയ്യണം. അത് ആദ്യം നമ്മൾ തുടക്കം കുറിക്കേണ്ടത് എവിടുന്നാ? ഈശ്വര കാര്യങ്ങൾ. അതാ ഞാൻ പറയണ, ഈശ്വര കാര്യങ്ങൾ ചെയ്യുന്നതിലെങ്കിലും സെൽഫ് ഡിസിഷൻ എടുത്തിട്ട് അത് നിത്യനൈമിത്യ കർമ്മത്തിൽ ഫോളോ ചെയ്യണം. എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ഒരു ദിവസം 2 ദിവസവും ഒക്കെ മുടങ്ങിയാലും കുഴപ്പമില്ല. നമുക്ക് ടോട്ടലി ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു സ്വഭാവമാക്കി മാറ്റണം. അത് നിസ്സാരമൊന്നുമല്ല. 12 വർഷത്തെ സഞ്ചാര സമാധിയും പിന്നെ 2.5 വർഷത്തെ ആരൂഢ സമാധിയുണ്ട്. അതാണ് ശ്രീരാമന്റെ കാര്യം ആലോചിച്ചാൽ മതി. രാവണനെ ജയിക്കാൻ വേണ്ടിയിട്ട് 14 വർഷത്തെ സാധന. അതോടൊപ്പം തന്നെ ആഹാരം പോലും ഉപേക്ഷിച്ചിട്ട് ഒപ്പം നിന്നിരുന്നയാളാണ് ലക്ഷ്മണൻ. കാരണം ആ ഇന്ദ്രന്റെ പുത്രനായിരുന്ന മേഘനാഥനെ ഇല്ലാതെയാക്കണമെങ്കിൽ 12 വർഷത്തെ ഉപാസന വേണം, ഉപാസന വേണം, സുഹൃതനായിരിക്കണം. അത് അറിയാതെ തന്നെ ലക്ഷ്മണൻ അത് പാലിച്ചിട്ടാണ്. അതുകൊണ്ടാണ് വിഭീഷണൻ പോലും പറയുന്നത് ലക്ഷ്മണന് മാത്രമേ മേഘനാഥനെ കൊല്ലാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പം ഏകദേശം ഒരു 14 വർഷത്തെ സാധന വേണം. അപ്പോഴേ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത സ്വഭാവമായിട്ട് മാറും. അപ്പം എനിക്കിപ്പോൾ ഇത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തൊരു സ്വഭാവം, എവിടെ പോയാലും അത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഈ ജപതപാദികളൊന്നും വിടാതെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ 22 വർഷമായി. 2002 തുടങ്ങിയതാണ്. ഏകദേശം ഒക്ടോബർ കാലത്ത് തുടങ്ങിയതാണ്. 41 ദിവസത്തെ വ്രതം തുടങ്ങിയ സമയത്താണ്. 41 ദിവസം മുടക്കാതെ ചെയ്തു. പിന്നെ അത് സ്വഭാവമായിട്ട് മാറി. 14 വർഷം കണ്ടിന്യൂറ്റി ഉണ്ടായി. ഇപ്പം അത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത സ്വഭാവമായി. അപ്പോൾ പൂർണ്ണമായിട്ട് ആത്മശുദ്ധി ലഭിക്കുമ്പോഴാണ് ഈശ്വര ശക്തി എന്താണെന്നും ഈശ്വരൻ്റെ നിർദ്ദേശങ്ങൾ നമുക്ക് ഡയറക്റ്റ് കിട്ടുന്നതും അത് പാലിക്കാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് സംശയരഹിതമായിക്കൊണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല, അത് സംശയരഹിതമായിക്കൊണ്ട് പാലിക്കാൻ സാധിക്കുന്നതും ഈ ഒരു അച്ചീവ്മെൻ്റാണ്. അത് ഒരു ജന്മത്തെ മാത്രമല്ല അതിൻ്റെ ശ്രമം. ഒരു 5 ജന്മമായിട്ട് ഞാൻ ഈ പാതയിൽ തന്നെ. അതുകൊണ്ടാണ് ഇതിനിടയ്ക്ക് കുറച്ച് സംഘദോഷവും സമ്പർക്കദോഷമൊക്കെ ഉണ്ടായി. അതുകൊണ്ടാണ് പാതയിൽ നിന്ന് വ്യതിചലിച്ചത്. ഇപ്പം തിരിച്ച് എന്തോ ഗുരുവായൂരപ്പൻ്റെ യോഗം കൊണ്ട് വളരെ കുറവാണ് ഇങ്ങനെ ഒരു പാതയിൽ വരുന്ന, വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ള. ഇനിയിപ്പോൾ അടുത്ത അധ്യായത്തിലേക്ക് ചെല്ലുമ്പം അതെങ്ങനെയാണ് പ്രശ്നമായി പോണതെന്നും തിരിച്ചു വരുന്നത് എങ്ങനെയാണെന്നൊക്കെ ഭഗവാൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം 6-ാം അധ്യായം സാക്ഷാത്കരിച്ച ആളാണ് ഞാൻ. എനിക്ക് യാതൊരു സംശയവും ഇല്ലാക്കരുത്. അത് 42 വയസ്സ് വരെ ഇതിലേക്ക് എത്താതിരുന്നത്
വീണ്ടും ആത്മശുദ്ധിക്കായിക്കൊണ്ട് കർമ്മം ചെയ്യേണ്ടതായിട്ട് വന്നു എന്നർത്ഥം. അപ്പൊ ചെയ്ത കർമ്മങ്ങളൊക്കെ അത് ശരീരം കൊണ്ടോ എവിടെ പോയിട്ട് ചെയ്താലും, അത് അമ്പലത്തിൽ ചെയ്താലും വേണ്ടില്ല, പട്ടാളത്തിൽ പോയിട്ട് ചെയ്താലും വേണ്ടില്ല, പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് പോലും, ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ഏത് ഭൗതിക കർമ്മങ്ങൾ പോലും ചെയ്ത് 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 ആത്മശുദ്ധിക്കായിക്കൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്തതെന്ന് എനിക്കിപ്പോൾ നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് കൃത്യം 42 വയസ്സായി അതിൽ പൂർത്തീകരിച്ചു. ആ ആത്മശുദ്ധി എപ്പോൾ റീആക്ടിവേറ്റ് ആയോ അപ്പോൾ പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നു. അതിനെ സഹായിച്ചത് എന്താ? ഈ നിത്യനൈമിത്യ കർമ്മങ്ങൾ. അത് മുടങ്ങാതെ ചെയ്തു. ശരീരത്തിനുണ്ടായ രോഗം പോലും ഈ ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ടുണ്ടായ രോഗമായിരുന്നു. അത് ശുദ്ധി വന്നപ്പോൾ രോഗം ശുദ്ധമായി. അപ്പൊ ഡയറക്റ്റ് എൻട്രി കിട്ടി എന്നർത്ഥം. ഇപ്പൊ ഭഗവാന്റെ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് ഏത് കാര്യം ചെയ്യുന്നതിന്. അത് കുറെ കാലമായി ഇതിലേക്ക് പ്രവേശിച്ച് ആത്മശുദ്ധി കൈവന്നപ്പോൾ തൊട്ട് ഭഗവാനാണ് എന്നെ നയിക്കുന്നത്, യാതൊരു സംശയമില്ല എനിക്കായിട്ട്. ഇത് മറ്റുള്ളവരെ ഒന്നും ബോധ്യപ്പെടുത്താനോ വിശ്വസിപ്പിക്കാനോ ഒന്നും ശ്രമിക്കാറില്ല. നമുക്കിപ്പോൾ ഭൗതിക തലത്തിൽ എല്ലാവരും കാണുമ്പോൾ ഞാനും ഒരു മനുഷ്യ ശരീരം എടുത്തു വന്നവനാണ്. അപ്പം എൻ്റെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ അതേ ആറ്റിറ്റ്യൂഡിലേ എല്ലാവരും എടുക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ കൺസിക്വൻസീസ് ഒക്കെ ഉണ്ടാകുന്നത്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ അറിയേണ്ട സത്യം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇതൊക്കെ ഓവർകം ചെയ്യും. നമ്മളെ പിരിഞ്ഞു പോയവരും ഇല്ല ഈ കാരണം പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോയവരും തന്നെ തിരിച്ചു വരും. അപ്പോൾ വന്നുകൊണ്ട് ഇവിടെ തന്നെ വരുന്നുണ്ടല്ലോ. മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും മാത്രം. നമ്മൾ ആ പാതയിൽ നിന്ന് വ്യതിചലിക്കാതിരുന്നാൽ അവരായിരിക്കും തിരിച്ചു വരാം, അവർക്കായിരിക്കും മാറ്റം ഉണ്ടാകുക. നമ്മൾ അതേ പാതയിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് ഈ പാതയിൽ പ്രവേശിച്ചവരെ എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും ഒക്കെ ആത്മശുദ്ധിക്കായിക്കൊണ്ടായിരിക്കും അവർ ചെയ്യണം. അങ്ങനെ ചെയ്യണം. അതാണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത്. അതാണ് ഈ ശ്ലോകം പ്രത്യേകിച്ചും ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സുകൊണ്ടോ കായേന മനസ്സാ ബുദ്ധ്യാ കേവലൈ ഇന്ദ്രിയൈരവി യോഗിന കർമ്മ കുർവന്തി സംഘം തിക്താത്മശുദ്ധേ. നമ്മൾ എന്ത് കർമ്മം ചെയ്താലും ചിന്തിച്ചാലും പറഞ്ഞാലും പ്രവർത്തിക്കാലും നമ്മുടെ ആത്മശുദ്ധിക്കായിക്കൊണ്ടായിരിക്കണം. ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയ ശക്തികളെയും കർമ്മേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തെയും ഉപയോഗിക്കുന്നത്. അത് ആദ്യത്തെ ഉപയോഗം. ഈ പറയുന്ന രീതി നമുക്ക് അച്ചീവ്മെന്റ് ചെയ്യാൻ ഞാൻ പറയുന്ന ഈശ്വര കാര്യങ്ങൾ നിങ്ങൾ നിത്യവും മുടങ്ങാതെ നാമം ജപിക്കുക. ഇനി ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ടെങ്കിൽ അവിടെയും കുറച്ച് ക്ഷേത്ര ദർശനത്തിലൊക്കെ പോയാൽ ഞാൻ പറയുന്ന അവിടെ നിന്നും നിങ്ങൾക്ക് ഏകാഗ്രതയും ഇന്നത്തെ കാലത്ത് ശരിക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാകും. പല പ്രശ്നങ്ങളും അവിടെ പോകുമ്പോൾ. ഇവിടെ കാമാണ് പോയറ്റാ എന്നാലും വേണ്ടില്ല, ഇപ്പം പല രീതിയിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ഞാൻ അതുകൊണ്ട് ഒറ്റ നേരെ പോകുള്ളൂ. അത് ആ പൂജയ്ക്കൊക്കെ അടക്കണതിന് മുമ്പ് സമയം കണക്കാക്കി പോവും. അരമണിക്കൂറിനകം എല്ലായിടത്തും പോയി ദർശനം നടത്തിയിട്ട് വരും. അപ്പം അത് ചെയ്യുന്നത് പോലും ഈ ശരീരം കൊണ്ടും ശരീരം കൊണ്ട് പോകണമല്ലോ. മനസ്സും അവിടെ പ്രവർത്തിക്കണം, ബുദ്ധിയും പ്രവർത്തിക്കണം, ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കണം. അതൊക്കെ ചെയ്യുന്ന എന്തിനാ? ആത്മശുദ്ധിക്കായിക്കൊണ്ട്. എനിക്ക് ആത്മശുദ്ധി കൈവന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എങ്കിലും ഞാൻ എന്തിനാ ചെയ്യണത്? ആരെങ്കിലും ഒരാളെങ്കിലും ഞാൻ ചെയ്യുന്ന സ്ഥിരമായിട്ട് ചെയ്യുന്ന കണ്ടിട്ടൊന്ന് പഠിച്ചോട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അതും ആത്മശുദ്ധിയാ, നിഷ്കളങ്കമായിട്ട്. അപ്പം എനിക്കിപ്പോൾ ഇതൊന്നും ഒരു ദിവസം അമ്പലത്തിൽ പോയില്ല എന്നോർത്തോ ദിവസവും പോയില്ലേലും എനിക്ക് സത്യം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. അതിന് ഒരിടത്ത് അടങ്ങിയിരുന്നാൽ മതി. ഞാനിപ്പോൾ ഈ പ്രഭാഷണം നടത്തിയാലും നടത്തിയില്ലേലും എനിക്കൊന്നും സംഭവിക്കില്ല. ഞാൻ എൻ്റെ സ്ഥിതിയിൽ തന്നെ നിൽക്കും. അതിൽ യാതൊരു മാറ്റവും ഇല്ല. കാരണം ആത്മശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞു. ആത്മബോധത്തിലാണ് നിൽക്കുന്നത്. 24 മണിക്കൂറും അങ്ങനെ ആ ഒരു സ്ഥിതിയിലേക്ക് എത്തി. കോൺസിക്വൻസീസ് ഒന്നും ഉണ്ടാകാം, സാഹചര്യങ്ങളൊന്നും ബന്ധനം പെടാതിരിക്കാൻ വേണ്ടിയിട്ടാ കുറച്ച് ഒതുങ്ങി ഒരു സ്ഥലത്ത് പോയിരിക്കണം. ഇവിടെ വന്ന് കണ്ടവര് പറഞ്ഞു എങ്ങനെ ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയെന്നായിരുന്നു. ഇതിലിപ്പം മാറ്റങ്ങൾ, ആധുനികമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണം, മഠത്തിന് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്മിറ്റി കൂടിയിട്ട് പലതും തീരുമാനിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ഒരൊറ്റ റിക്വസ്റ്റ് ഉണ്ട്. ഞാനിത് പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചു പോകുന്നവരെ ഈ അന്തരീക്ഷം മാറ്റരുതെന്ന് പറഞ്ഞിരിക്കുക. ബാക്കി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തു, ഒരു വിരോധമില്ല. പക്ഷെ ഈ ഒരു പ്രകൃതി ഇവിടെ നിൽക്കണം. അത് മഴ വന്നാലും വെയിൽ വന്നാലും എന്താ പ്രശ്നം എന്നുള്ളത് ഞാൻ പരിഹരിച്ചോളാം. അതിൽ നിങ്ങൾ ഇടപെടുകയും വേണ്ട. മഴ വരുമോ വെള്ളം വരുമോ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. പ്രകൃതി എന്താണോ ആ മാറ്റങ്ങളിൽ നമ്മൾ ഉൾക്കൊള്ളണം. നമ്മളെ പ്രകൃതി ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നമ്മൾ പ്രകൃതിയെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇപ്പം ഇവർ ഈ മരമൊക്കെ വെട്ടാനും തീരുമാനിച്ചതേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും വെട്ടരുത്. ഒന്നുമില്ലേലും 26-ാം തീയതി വരെ, ഡിസംബർ 26-ാം തീയതി തുടരുമെന്ന് പറഞ്ഞു.
കാരണം ഞാൻ സഹസ്രനാമം ജപിക്കുന്നതോടെ ഈ മരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് കിളികളിരുന്ന് ജപിക്കുന്നുണ്ട്, എനിക്കത് കേൾക്കാം. ഞാൻ ഗീത ചൊല്ലുമ്പോൾ ഒപ്പം ചൊല്ലുന്നവരുണ്ട്, കേൾക്കുന്നവരുണ്ട്. വിശേഷപ്പെട്ടുള്ള മനുഷ്യനിപ്പോൾ ഇതിന് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ ഇപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യും? മരങ്ങൾ കേൾക്കുന്നില്ലേ? ഷഡ്പദങ്ങൾക്ക് വരെ ബോധം ഉണ്ടാവും. അപ്പൊ ഈ അന്തരീക്ഷം മാറ്റരുത്. ഭഗവാൻ സന്യാസ യോഗത്തില് ഇപ്പൊ സന്യാസ യോഗം സന്യാസി ആകാതെ സന്യാസി ആയിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. കാരണം വേഷം മാറിപ്പോയാലൊന്നും ഞാൻ അച്ചീവ്മെന്റിൽ എത്തില്ല എന്നും വേഷം ഒരു പ്രച്ഛന്ന വേഷമാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഇന്ന് സന്യാസിമാരും ബന്ധനത്തിൽപ്പെട്ടിരിക്കുക. ബദരി എന്ന് വരെ എനിക്ക് ഉപദേശം കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും ഒരു ആശ്രമത്തിലും പോയിട്ട് അങ്ങ് സന്യാസം സ്വീകരിക്കുമെന്ന് പറഞ്ഞു. എല്ലാം ബന്ധനത്തിൽപ്പെടും പറഞ്ഞു. അദ്ദേഹം സന്യാസി എന്നോട് പറഞ്ഞു. ഗുരുവായൂരപ്പൻ അല്ലാതെ തന്നെ അനുഭവങ്ങളുടെ 10ഓളം സന്യാസിമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരിക്കലും സന്യാസം സ്വീകരിക്കരുത്, ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് നീ പ്രത്യക്ഷ സന്യാസിയായിട്ട് മാറി മാതൃകയാക്കുമെന്ന് പറഞ്ഞു. അപ്പൊ സന്യാസധർമ്മത്തിൽ എവിടെയെങ്കിലും ഒരു ക്ഷേത്ര പരിസരത്തോ തീർത്ഥസ്ഥാനത്തോ പർണശാല കെട്ടി സ്ഥിരമായ ഒന്നും ഉണ്ടാക്കരുതെന്നാണ് പറഞ്ഞിരിക്കണേ. ഇതിപ്പോൾ ഞാനിപ്പോൾ ആ പർണശാലയുടെ രൂപത്തിൽ തന്നെ ഉണ്ടാക്കണേ. ഞാൻ 26-ാം തീയതി കഴിഞ്ഞാൽ ഇതൊക്കെ പൊളിച്ചോളാൻ പറഞ്ഞിട്ട് പോയില്ലേ, പൊളിച്ചിട്ടിട്ട് പോകും. അത് ആദ്യത്തെ കുടീചികാവസ്ഥ അല്ലെങ്കിൽ ആ ഉപാസനയിൽ ഒന്ന് ബാക്കി ബന്ധങ്ങളൊക്കെ വിട്ടിട്ട് ദൃഢത വരുത്താൻ വേണ്ടിയിട്ടാണ്. അത് പ്രകൃതിയോട് ചേർന്ന് നിൽക്കണം എന്നാ പറഞ്ഞിരിക്കണേ. അത് എന്താ പറഞ്ഞേ, വലിയ തിരക്കൊന്നും ഇല്ലാത്ത വിജനമായ സ്ഥലത്ത്, സ്ഥലശുദ്ധിയുള്ള സ്ഥലത്ത്, പ്രകൃതി രമണീയമായിരിക്കുന്ന വലിയ തീർത്ഥസ്ഥാനങ്ങളിൽ, തീർത്ഥം അല്ലെങ്കിൽ പുണ്യ തീർത്ഥ നദികളുടെ തീരത്ത് എന്നൊക്കെ തന്നെ പറയണേ. ശാസ്ത്രം പറയുന്നു അങ്ങനെ. ശരിക്കും ഞാൻ ആലോചിച്ചാൽ ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയത് ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് കിട്ടിയത്. അമ്പലത്തിലാണെങ്കിൽ പോലും ഈ ശാന്തസുന്ദര ഈ അവരുടെ കാമൺ പോയിട്ട് അവസ്ഥ കിട്ടില്ല. കാരണം അവിടെ തിരക്ക് കൂടിയിട്ട് നമുക്ക് പല ഡിസ്റ്റർബൻസും ഉണ്ടാകും. അതുകൊണ്ട് ഈ മൂലയ്ക്ക് മാറ്റിയിരുത്തത് ഗുരുവായൂരപ്പൻ തന്നെയാണ് അർത്ഥം. അപ്പം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള സ്ഥലക്കം ചെയ്യുന്നത് നമ്മൾ ആത്മശുദ്ധിക്കായിക്കൊണ്ട് ഇന്ദ്രിയങ്ങളെ കൊണ്ടും ശരീരത്തെ കൊണ്ടും മനസ്സിനെ കൊണ്ടും ബുദ്ധിയെ കൊണ്ടും കർമ്മം ചെയ്യണം എന്ന് ഭഗവാൻ പറഞ്ഞത് പ്രാക്ടിക്കലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗുരുവായൂർ തന്നെ സന്യാസി പറഞ്ഞതും എന്നോട്, നിങ്ങൾ കുടുംബത്തിലുള്ളവരെ പോലും ആർക്കും നമ്പർ കൊടുക്കരുത്, ആരും നമ്പർ മേടിക്കരുത്, ബന്ധുക്കളോട് പോലും മടത്തി വന്ന് കാണാൻ സമ്മതിക്കരുതെന്നാണ് എന്നോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ അത്രയും സ്ട്രിക്റ്റ് ആക്കണ്ടെന്ന് ഉദ്ദേശിച്ചിട്ടാ ബന്ധുക്കളൊക്കെ വിളിച്ചത്. കാരണം ബന്ധുക്കൾക്ക് മനസ്സിലാകണ്ടേ, ആ കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ അമ്പലത്തിലൊന്ന് തൊഴുതല്ലോ എല്ലാവരും. പൂർവ്വജന്മ ബന്ധമുള്ള ഒരു ക്ഷേത്രം. ആ കാരണം പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും ഒത്തുകൂടിയല്ലോ. എൻ്റെ ഉദ്ദേശം അതാ, കൂടുമ്പോൾ ഇമ്പം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം ചില കാര്യങ്ങളൊക്കെ ഞാൻ യുക്തിവിചാരം ചെയ്തിട്ട് സന്യാസി പറഞ്ഞാലും പ്രാക്ടിക്കൽ തലത്തിലേക്ക് വരും. അപ്പം ഇങ്ങനെ ചില മാറ്റങ്ങൾ ബാക്കിയുള്ളവർ കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കണ്ടേ, കുറച്ചെങ്കിലും അത് അനുഭവിക്കുമല്ലോ, കുറച്ച് നേരത്തേക്കാണെങ്കിലും. അപ്പം അതുകൊണ്ട് ഞാൻ ആർക്കും വിലക്ക് കൽപ്പിച്ചിട്ടൊന്നുമില്ല. രമണ മഹർഷി പറയുന്ന പോലെ 24 മണിക്കൂറും എൻ്റെ റൂമിൻ്റെ കതക് തുറന്നിടാനാണ് പറഞ്ഞത്. അപ്പം ആ ഒരു വിശാല മനസ്സ് എന്താ, ഇതൊക്കെ കണ്ടിട്ടെങ്കിലും ആർക്കെങ്കിലും മാറ്റം ഉണ്ടാകട്ടെ, ഒരാളോ രണ്ടാളോ ആണ്. കുറച്ച് വിഷമമാണ്, കലിയുഗമായതുകൊണ്ട് രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് ഗേറ്റും പൂട്ടും. ഇനി പലതരത്തിലുള്ളവരാ വന്ന് കയറുന്നതേ. അപ്പോൾ അതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് നോക്കി ഞാൻ ഗേറ്റ് തുറന്നിട്ട് കൊടുക്കും. അല്ലാതെ ഗേറ്റ് തുറന്നിട്ടാൽ എന്താ കുഴപ്പം? ചിലർ അവിടെ എപ്പോഴും ജാമാവും, ട്രാഫിക് ജാമാവും വടക്കേ ഗേറ്റിൽ. അപ്പോൾ തുറന്നിട്ടാൽ എന്താ കുഴപ്പം? തന്നെ തുറന്നിട്ട് വണ്ടി അവിടെ ഇട്ട് തിരിക്കുകയൊക്കെ ചെയ്യും. അവർ ചിലപ്പോൾ തിരിച്ചിട്ട് ഗേറ്റ് തുറന്നിട്ട് ഒറ്റ പോക്കും പോകും. പിന്നെ രാത്രി ഞാനത് പൂട്ടാൻ പോകണം. അതിൽ നല്ല എന്താ, പകല് തന്നെ പൂട്ടിയേക്കാം. അങ്ങനെ തോന്നിവാസം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം. അത് അങ്ങനെയുള്ള ചില പ്രാക്ടിക്കൽ തലത്തിൽ നമ്മൾ മാറ്റങ്ങൾ എല്ലാം നമ്മൾ പുസ്തകത്തിലുള്ളത് തന്നെ പാലിക്കാൻ നോക്കിയാലേ ഇന്നത്തെ കാലത്ത് കുറച്ച് വിഷമം. അപ്പം എന്ത് ചെയ്താലും വേണ്ടില്ല, നമ്മുടെ ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളണം. ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ പിടിച്ച് പുറത്താക്കിക്കൊള്ളണം. കള്ളു കുടിച്ചിട്ട് ആരെങ്കിലും ഗേറ്റ് തുറന്നിട്ടാ വൈകുന്നേരം ചിലപ്പോൾ കയറി വരും. അപ്പോൾ അവനെ പുറത്താക്കാൻ അവരകത്ത് കയറിയിട്ട് ബഹളം ഉണ്ടാക്കാതെ കള്ളന്മാരും കയറി വരും. ഇപ്പം ഏത് തരത്തിലൊക്കെ ആൾക്കാർ വരണമെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ ഉദ്ദേശത്തിന്റെ ലക്ഷ്യം എന്താ? നമ്മൾ ആത്മശുദ്ധിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഒന്ന് സുദൃഢമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുക. ആത്മശുദ്ധി ഉണ്ടായി, ആത്മബോധം എന്താണെന്നുണ്ടായിട്ടുണ്ട്, അത് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് 1 വർഷക്കാലത്തേക്ക് ഇരിക്കുന്നത്.
അത് ചെയ്യുമ്പം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും ആത്മശുദ്ധിക്കുള്ള ആ കർമ്മങ്ങളെ ചിന്തയും വാക്കും പ്രവൃത്തിയും ഉള്ളൂ എന്നർത്ഥം. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം. ഇത് ഗീത പഠിച്ചാലല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ ഭഗവാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. നീ വയസ്സാം കാലത്ത് ഇത് പഠിച്ചിട്ട് ഇപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് അറിവില്ലാത്തവരും അങ്ങനെയൊക്കെ കാഴ്ചപ്പാട് അവരുടെയൊക്കെ വ്യത്യസ്തമാണല്ലോ. അവര് ഭൗതിക തലത്തിൽ അവരോടൊന്ന് ചോദിച്ചു നോക്കാം, നിങ്ങൾ ഇതുവരെ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ച് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ എന്ത് നേടി, എന്താണ് ഉണ്ടായത് എന്നൊന്ന് ചോദിച്ചു നോക്കാം. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? ഞാൻ ചോദിച്ചില്ലേ, നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ദാഹിക്കണ്ട്, സ്കൂളിൽ പഠിച്ചതല്ലേ H2O ചേർത്താൽ വെള്ളം ഉണ്ടാക്കുന്നു. ആ തിയറിയും പഠിച്ച് പാസ്സായിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റും വെച്ചോണ്ടിരുന്നാൽ നിങ്ങളുടെ ദാഹം മാറുമോ? ഇല്ലെങ്കിൽ H2 ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം ഉണ്ടാക്കാൻ പറ്റുമോ? അതിന്റെ കണ്ടൻസ് എന്താ? ചിലത് കണ്ടൻസ് ഒന്നും നമ്മൾ നോക്കിയാൽ ആ കണ്ടൻസ് കൊണ്ടൊന്നും നമുക്ക് സാധാരണ ജീവിതത്തിൽ അതൊന്നും പ്രയോജനപ്പെടില്ല. നമ്മൾ എന്തൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അത് എത്രമാത്രം നമുക്ക് ജീവിതത്തിൽ പ്രയോജനമുണ്ട്. ഈ ചരിത്രമൊക്കെ പഠിച്ചിട്ട് ശിവജിയുടെയും ഇല്ലേ മറ്റുള്ളവരുടെ പൃഥ്വിരാജിന്റെയും ഇങ്ങനെയുള്ള ഇല്ലെങ്കിൽ ടിപ്പു സുൽത്താന്റെ ഒക്കെ ചരിത്രം പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഭൗതിക തലത്തിൽ ചിന്തിക്കുമ്പോൾ. അത് പ്രാക്ടിക്കൽ നിങ്ങൾക്ക് ആത്മശുദ്ധിക്ക് നൽകുന്നതാണോ? അതൊക്കെ നേരെ തിരിച്ച് ആത്മശുദ്ധി ഇല്ലാതെ ഇങ്ങനെയുള്ള രാജാക്കന്മാരാണോ അവിടെ ഭരിച്ചിരുന്നതെന്ന് നമുക്ക് തോന്നില്ലേ? അല്ലേ? ഒരു കാര്യമില്ല, വന്നിട്ട് ക്ഷേത്രങ്ങളൊക്കെ നശിപ്പിക്കുക, അങ്ങനെയുള്ളവരൊക്കെയാണ് രാജ്യം ഭരിച്ചിരുന്നത്. അപ്പൊ അന്നത്തെ കാലത്തോട്ട് മതസ്പർദ്ധയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയില്ലേ? ഇതൊക്കെ ആത്മശുദ്ധിക്ക് ഉതകുന്നതാ? ഭാരത സംസ്കാരത്തിൽ ഒരു രാജാവ് എങ്ങനെയായിരിക്കുന്ന കൃത്യമായിട്ട് ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അതാണ് നമ്മൾ പ്രാർത്ഥനയിൽ എത്തിക്കുന്നത്. ലോക ആ സമസ്ത സുഖിനോ ഭവന്തു. ഒരു രാജാവിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? ഇന്നത്തെ കാലത്തായാലും അന്നത്തെ കാലത്തായാലും എന്നത്തെ കാലത്തായാലും ഏത് ജാതി മതപ്പെട്ട രാജാവായിരിക്കണം, രാജാവ് ഭരിച്ചാൽ രാജാവിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരിക്കണം? സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശ ഗോബ്രാഹ്മണേഭ്യ ശുഭവന്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കണമെങ്കിൽ ജനകനെ പോലെയുള്ള ഒരു രാജാവനായിരിക്കണം. ആത്മശുദ്ധി വരുത്തിയ രാജാവിനെ ഇങ്ങനെ ചിന്തിക്കാനും ഇങ്ങനെ ഭരണം നടത്താനും സാധിക്കും. ഇല്ലെങ്കിൽ സാധിക്കില്ല. എന്നിട്ട് ഈ ആത്മശുദ്ധി ഇല്ലാത്തവർ തന്നെ സ്പർദ്ധ ഉണ്ടാക്കിയിട്ട് തമ്മിലടിച്ചിട്ട് അത് ഡിവൈഡ് ആൻഡ് റോൾ ഉപയോഗിച്ചിട്ട് അധികാരം പിടിച്ചെടുത്ത രാജാക്കന്മാരാണ് നമ്മുടെ അടുത്തുണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ പോലും ആ തത്വം ഉപയോഗിച്ചിരുന്നു, അല്ലേ? ഡിവൈഡ് ആൻഡ് റൂൾ. നന്നായിട്ട് നടക്കുന്ന ഒരു കുടുംബം ഇല്ലേ, നന്നായിട്ട് സഞ്ചരിക്കുന്ന ഒരാളെ ഏതെങ്കിലും വിധത്തിൽ സ്പർദ്ധ ഉണ്ടാക്കിക്ക. ഡിവൈഡ് പറഞ്ഞാൽ ആ ശാസന വ്യവസ്ഥ ഏത് തത്വത്തിലാണ് ആ കുടുംബം നന്നായിട്ട് ഒരു രാജ്യം നന്നായിട്ട് പോകുന്നതെങ്കിൽ ശക്തി ആർജിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഡിവൈഡ് ചെയ്തിട്ട് തമ്മിലടിപ്പിക്കുക, എന്നിട്ട് അവരുടെ ശക്തിയെ നിർമ്മാർജ്ജനം ചെയ്യുക. ഇതാണ് ഈ രാജാക്കന്മാർ, ഇന്നുള്ള രാജാക്കന്മാരും അതെ പണ്ടുള്ളവരും ഒക്കെ ചെയ്തിരുന്നത്. അപ്പോഴാണ് ഈ മതസ്പർദ്ധയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് ശരിക്കും ഭരിക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഒന്നിച്ച് നിൽക്കാൻ സമ്മതിക്കില്ല. ഇന്ന് ജനാധിപത്യം ആണെങ്കിലും ജനങ്ങൾ ഒന്നിച്ച് നിൽക്കാൻ സമ്മതിക്കില്ലല്ലോ. എന്താ കാരണം? ഇവർക്കൊന്നും ആത്മശുദ്ധിയില്ല. മനുഷ്യൻ ആദ്യം ശീലിക്കേണ്ടത് ആത്മശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അവിടെ ഗുണദോഷങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ധർമ്മം അനുസരിച്ചുകൊണ്ട് ധർമ്മക്ഷേത്രത്തെ ഉപയോഗിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ ധർമ്മത്തിന് ക്ഷതം വരും, ക്ഷതം വരുത്തും കൂടെയുള്ളവർ തന്നെ. അതുകൊണ്ടാണ് നന്നായിട്ട് പോകുന്ന സ്ഥാപനങ്ങളൊക്കെ പിന്നെ തല്ലിപ്പിരിഞ്ഞിട്ട് സ്പർദ്ധയുണ്ടാകും, എന്നിട്ട് അത് നശിപ്പിക്കും. നമുക്ക് ഇന്ന് കാണുന്ന ലോകത്ത് നടക്കുന്ന സകല സ്പർദ്ധയ്ക്കും കാരണം ഈ ആത്മശുദ്ധി ഇല്ലാത്തത് കൊണ്ട്, ആത്മബോധം ഇല്ലാത്തത് കൊണ്ടാണ്. അത് കുലത്തിനെ, നമ്മുടെ കുടുംബത്തെയും ബാധിക്കുന്നുണ്ടെന്നർത്ഥം. പഴയ കൂട്ടുകുടുംബത്തിന്റെ ചരിത്രമൊക്കെ നമുക്ക് വായിച്ചു നോക്കിയാൽ അറിയാം. അപ്പൊ അതുകൊണ്ട് കേവലം ശബ്ദത്തിന് മമതാബുദ്ധി കൂടാതെ വേണം ഏത് കാര്യം ചെയ്യും. അത് ഭൗതികമായിക്കോട്ടെ ആത്മീയമായിക്കോട്ടെ, ഒന്നിനോടും ലിമിറ്റ് കൂടുതൽ അറ്റാച്ച്മെന്റും മമതയൊന്നും വേണ്ട. കാരണം നമ്മളൊരു ദിവസം ഇതെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടവരാ. പിന്നെ എന്തിന് മമത ബുദ്ധിക്കണേ?
ഒന്നിനോടും ഇഷ്ടവും ലിമിറ്റ് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഒന്നും വയ്ക്കരുതെന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറയുക. എന്നാൽ ഒന്നിനെയും വെറുക്കാനും പാടില്ല. എല്ലാവരോടും എല്ലാത്തിനോടും ഒരു ദൂരം കീപ്പപ്പ് ചെയ്ത് എല്ലാത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നിസ്സംഗനായിക്കൊണ്ട് ആത്മശുദ്ധിക്കായിക്കൊണ്ട് ഇന്ദ്രിയ മനോബുദ്ധികളെ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അതാണ് ഇന്ദ്രിയ മനോബുദ്ധികൾ ചേർന്നാണ് ധർമ്മക്ഷേത്രമാകുന്ന ശരീരം എന്നർത്ഥം. അപ്പോൾ ആ ശരീരം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ആത്മശുദ്ധിയെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കണം. ഇതെല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാനും നമുക്ക് പറ്റില്ല. നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതാണ് ഫസ്റ്റ് ഡ്യൂട്ടി നമ്മുടെ. അപ്പൊ അതുകൊണ്ട് യുക്ത കർമ്മ ഫലം തെക്വ ശാന്തി ആപ്നോതി നൈഷ്ഠികം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബദ്ധ്യത. യുക്ത കർമ്മ ഫലം തെക്വ, കർമ്മയോഗി കർമ്മഫലം ഉപേക്ഷിച്ചിട്ട് നൈഷ്ഠികീം ശാന്തി, നിഷ്ഠയിൽ നിന്നുണ്ടായ ശാന്തിയെ ആപ്നോതി പ്രാപിക്കുന്നു. അയുക്ത കാമകാരേണ, യോഗബുദ്ധി ഇല്ലാത്തവൻ കാമനകളുടെ പ്രേരണകളാൽ ഫലേ സക്ത നിബദ്ധ്യതയെ, ഫലത്തിൽ ആസക്തനായിക്കൊണ്ട് ബദ്ധനായിത്തീരും. രണ്ട് കാര്യവും പറഞ്ഞു ഒറ്റ ശ്ലോകത്തിൽ. യുക്ത കർമ്മം ഫലം തെക്വ, നമുക്ക് ആത്മശുദ്ധി ഇല്ലാതെ വരാൻ കാരണം എന്താ? നമുക്ക് ഈശ്വരനെ ഭജിച്ചിട്ട് വരെ ഇഷ്ടഭോഗങ്ങൾ കിട്ടിയാൽ ഇതൊക്കെ എൻ്റെ എന്ന് പറഞ്ഞ് എടുത്തു വയ്ക്കും. അതാണ് ആത്മശുദ്ധി നഷ്ടപ്പെടാൻ കാരണമാകുന്നത്. ആത്മശുദ്ധി കൊണ്ടാണ് നിങ്ങൾ ഈശ്വരനെ ഭജിച്ചിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കുക. ആ ഫലം കിട്ടിയാലോ, ഫല ഇച്ഛയില്ലാതെ നിങ്ങൾ ചെയ്താലും പ്രകൃതിയുടെ സ്വഭാവമാണ്. നിങ്ങൾ ശുദ്ധ മനസ്സോടെ നിങ്ങൾ എന്ത് ചെയ്താലും, സൽക്കർമ്മങ്ങൾ ചെയ്താൽ സൽഫലം വരും. തിക്തമായ പാപകർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം ദോഷം അനുഭവിക്കാൻ തക്കവണ്ണമുള്ള ഫലം വരും. പ്രകൃതിയുടെ സ്വഭാവമാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതനുസരിച്ചുള്ള ഫലം കൊടുക്കുക. എന്തു ഭാവിക്കുന്നോ ആ ഭാവന അനുസരിച്ച് കൊണ്ടുള്ള ഫലത്തെ കിട്ടും. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിലൂടെ നമ്മളെ വെളിപ്പെടുത്തുന്ന ബി പോസിറ്റീവ്. എപ്പോഴും എന്ത് സംഭവിച്ചാലും ഒക്കെ പോസിറ്റീവായിട്ട് കാണണം. എന്തോ ഒന്ന് നല്ലത് സംഭവിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് നിങ്ങളുടെ പരാജയം. ഇല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇപ്പൊ കിട്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാ? അതിലും വല്ലതെന്തോ കിട്ടാനുണ്ടാവും. അങ്ങനെ പോസിറ്റീവായിട്ട് കാണാം. ഇനി അങ്ങനെ സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും അങ്ങനെ ഒരു ബി പോസിറ്റീവായിട്ട് നമ്മൾ മാറണം. പരാജയം വിജയത്തിന്റെ ലക്ഷണമായിട്ട് കാണണം. തോൽവി ജയത്തിന്റെ ലക്ഷണമായിട്ട് കാണണം. അപ്പൊ അതുകൊണ്ട് കർമ്മയോഗി കർമ്മഫലത്തെ ത്യജിച്ച് പരമമായ ശാന്തിയെ പ്രാപിക്കും. ഈ ഫലം എടുത്തു വെച്ചാലോ നമുക്ക് ശാന്തി നഷ്ടപ്പെടും. പിന്നെ അത് സൂക്ഷിക്കണ്ടേ? അതാരെങ്കിലും തൊട്ടാലോ, ആരെങ്കിലും നമ്മൾ വച്ചിരിക്കുന്ന സാധനം നമ്മുടെ മുറിയിലേക്കോ അതിൻ്റെ അടുത്തോ പോയാൽ കഴിഞ്ഞാൽ അയാൾ അത് എടുത്തുകൊണ്ട് പോകുമോ എന്ന് തോന്നും. മനസ്സിലായില്ലേ? വെറുതെ തോന്നും. അയാളൊന്നും തൊടുന്നുണ്ട്. നിഷ്കളങ്ക മനസ്സായിരിക്കുന്ന ആളെ ചിലപ്പോൾ അത് തൊടുവില്ല, നോക്കൂല. പക്ഷെ നമുക്കിങ്ങനെ തോന്നും, നമ്മൾ എടുത്തു വെച്ചേക്കണ സാധനം ആരെ എടുത്തുകൊണ്ട് പോയെന്ന് അല്ലേ? ഈ ആത്മശുദ്ധിയോടുകൂടി ഫലയിച്ചില്ലാതെ കർമ്മം ചെയ്താലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തി തരുന്ന ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കാമധേനു വരും. പിന്നെ നമ്മളെ പരീക്ഷിക്കുകയും കൂടെ ചെയ്യും. ഇതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാതൊക്കെ നിനക്ക് ഇഷ്ടഭോഗങ്ങളായിട്ട് കിട്ടും. അത് കിട്ടിക്കഴിയുമ്പം നമ്മൾ എങ്ങനെ അത് ഉപയോഗിക്കുന്നേ നോക്കും. എൻ്റെ ഈ കർത്തൃത്വാഭിമാനം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാലും ഈ ഞാൻ എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ എൻ്റെയും വരും. കൈ കിട്ടിയാൽ പിന്നെ എൻ്റെ. അതുകൊണ്ടാണ് ലക്ഷ്മി ദേവിയുടെ തത്വം നമ്മളെ പഠിപ്പിക്കുന്നത്, ഒരു കൈയിൽ കിട്ടുന്നത് മറുകൈ അറിയാതെ ചെലവാക്കണം. അറിയാതെ ചെലവാക്കാന്ന് പറഞ്ഞാൽ കണക്ക് നോക്കാൻ പോയാൽ അറിഞ്ഞുകൊണ്ടാ ചെലവാക്കണമെന്നറിയാം. കണക്കില്ലാതെ ചെലവാക്കണം. കണക്കില്ലാതെ നിങ്ങൾക്ക് കിട്ടുക, കണക്കില്ലാതെ ചെലവാക്കണം. കണക്ക് വയ്ക്കാൻ പോയി കഴിഞ്ഞാൽ എന്താ കുഴപ്പം? പിന്നെ കണക്കനുസരിച്ചായിരിക്കും കിട്ടുന്നതും കണക്കനുസരിച്ചായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ആ കണക്കിൽ നിൽക്കും വരവും പോക്കോടെ. എണ്ണയില്ലാതെ സമർപ്പിച്ചാലോ എണ്ണയില്ലാത്തത് കിട്ടും. എണ്ണയില്ലാത്ത കിട്ടിയാൽ എണ്ണാതെ ചിലവാക്കിയാലോ. എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഫൈനാൻഷ്യലി കുറച്ചൊക്കെ കണക്കും വേണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരവും പോക്കും അറിയാൻ മേലാതാവും, ചിലപ്പോൾ കുളത്തിലാവും.
നമുക്ക് വരുന്നതനുസരിച്ച് വരവനുസരിച്ച് ചിലവാക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ബോധം ഉണ്ടായിരിക്കണം. ആത്മബോധത്തിൽ അതൊക്കെ തന്നെ വരും. എനിക്കൊരു ബാധ്യതയും വരാറില്ലല്ലോ. ഞാൻ കൃത്യമായിട്ട് എന്നാ കണക്ക് വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് കണക്ക് വയ്ക്കുന്നുമില്ല. ഒന്നും ഒരു ബാധ്യതയാകാതെ കൃത്യമായിട്ട് ക്ലിയർ ആവും. എന്തെങ്കിലും ആവശ്യം തോന്നിയാ പോക്കറ്റിൽ കാശില്ല, അക്കൗണ്ടിലും കാശില്ലെങ്കിൽ വേണ്ടില്ല, ഗുരുവായൂരപ്പനും ഇവിടെ കൊണ്ടുതരും കൃത്യമായിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും. എന്താണോ ഇന്ന് ആവശ്യം എന്താണോ അത് കൃത്യമായിട്ട് നടക്കും. വേണ്ടാന്ന് പറഞ്ഞാൽ ഇപ്പം ഗുരുവായൂരിന്ന് വന്ന പാർട്ടി അവരുടെ ഭക്ഷണത്തിന് വേണ്ട നിങ്ങളും കൂടെ വന്നേച്ചാൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കോളാം എന്ന് പറഞ്ഞു. അവരെന്നിട്ട് പോണ സമയത്ത് അവര് തിരുമേനി വേണ്ടാന്നൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടെ നടക്കെ കൊണ്ടുവച്ചിട്ട് പോയി. അതെടുത്ത് നോക്കുമ്പോൾ അന്നത്തെ ഭക്ഷണത്തിന് ചിലവുണ്ടായിരുന്നു. നമ്മളൊന്നും ആഗ്രഹിക്കാതെ തന്നെ ഇതാണ് എൻ്റെ എന്ന് പറഞ്ഞ് കിട്ടുന്നതൊക്കെ എടുത്തു വെക്കുന്ന സ്വഭാവമില്ല, കിട്ടുന്നതൊക്കെ ചെലവാക്കുക എന്നുള്ളത്. അപ്പം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കർമ്മഫലത്തെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പരമശാന്തി. എനിക്ക് യാതൊരു ബാധ്യതയില്ലാതെ ഇരിക്കുന്നതാണല്ലോ ശാന്തി. ഇനി ബാധ്യത ആയാലും പ്രശ്നം എങ്ങനെയപ്പോൾ ഇത് ബാധ്യതയൊക്കെ വരുത്തി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ ഉള്ളവർക്ക് വരെ സംശയമായിരുന്നു, ഈ പട്ടണത്തിന് ചിലവൊക്കെ എങ്ങനെ നടക്കും, ഇത് ബാധ്യത ആവില്ല. എനിക്ക് തന്നെ ഉണ്ടായിരുന്നു 1 വർഷം മുഴുവൻ എങ്ങനെ നടക്കാം. ദിവസമൊന്നും കൊടുക്കുന്നില്ല, പക്ഷെ ഈ ആരെങ്കിലും വരുന്ന സമയത്ത് അവർക്കില്ല എന്ന് പറയുന്ന പരിപാടിയില്ല. ആരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വന്നാൽ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു വിഹിതം അവർക്കും കൊടുക്കും. അപ്പം ഇങ്ങനെ നമ്മൾ ഫലേച്ഛ ഇല്ലാതെ കർമ്മം ചെയ്താലും നമുക്ക് ആവശ്യമുള്ളതൊക്കെ യോഗക്ഷേമമായിട്ട് കാമധേനുവിനെ പോലെ ഭഗവാൻ എത്തിച്ചു തരും. അപ്പോൾ അതും എൻ്റെ എന്ന് പറഞ്ഞ് എടുത്തു വെക്കരുത്. ഭഗവാൻ കർമ്മയോഗത്തിൽ പറഞ്ഞല്ലോ, എൻ്റെ എന്ന് എടുത്തു വെച്ചാൽ അവരൊക്കെ എൻ്റെ മുമ്പിൽ കള്ളന്മാരാവെന്ന് പറഞ്ഞില്ലേ. നമ്മളൊക്കെ ശരിക്കും കള്ളന്മാരാ. കാരണം എന്താ? നമ്മുടെ ശരീരവും നമ്മളായിട്ടുണ്ടാക്കിയതൊന്നുമല്ല, ആണോ? ജീവനും നമ്മളായിട്ട് പോയി ചോദിച്ചു വാങ്ങിച്ചതാ, തന്നെ കിട്ടിയതാ, പ്രകൃത്യാ തന്നെ കിട്ടിയതാ. അപ്പൊ അത് നിൽക്കുന്നു, ഈ ശരീരവും എൻ്റെ അല്ല. അപ്പൊ അതിൻ്റെ സൂക്ഷിപ്പുകാരാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ വലിയ പ്രശ്നമില്ലാതെയൊക്കെ ശരീരത്തെ നിലനിർത്താൻ ഉതകുന്നതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെയൊക്കെ സൂക്ഷിപ്പുകാരാണ്. ഈ ദേവസ്വം അല്ലാത്തതൊന്നുമില്ല ഇവിടെ. പിന്നെ ബ്രഹ്മസ്വം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ബ്രഹ്മമാണ്, അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ദേവസ്വം തന്നിരിക്കുന്നത്. അപ്പൊ അതും എൻ്റെ ആണോ? ഇനി ആരാണോ അത് ചെയ്യാതിരിക്കുന്നത്, കർമ്മയോഗി കർമ്മഫലത്തെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ അത് പരമമായ കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക, ലോകസേവാർത്ഥായിട്ട് ഉപയോഗിക്കുക, എടുത്തു വെക്കുക, വെറുതെ കളയാന്നല്ല ഉദ്ദേശം. ത്യജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എന്നാ കിട്ടിയതൊക്കെ വെറുതെ കളഞ്ഞേക്കാം, അങ്ങനെയല്ല. അത് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും പ്രയോജനപ്പെടുത്തുന്നത് ചിലവാക്കണം, അപ്പോഴേ പരമശാന്തി കിട്ടൂ. ഇല്ലെങ്കിൽ വെറുതെ കളഞ്ഞാൽ ആർക്കും പ്രയോജനം ഇല്ലാതെ കളഞ്ഞാൽ എന്താ കാര്യം? കിട്ടുന്നതൊക്കെ എടുത്തു വെക്കേണ്ടെന്ന് പറഞ്ഞു, എന്നാ എടുത്തു വെക്കേണ്ടെന്ന് പറഞ്ഞു വെറുതെ കൊണ്ട് കളഞ്ഞാലോ? അപ്പൊ ശാന്തി കിട്ടില്ല. ശാന്തി കിട്ടണേ എന്ത് വേണം? വെള്ളം കുടിക്കാൻ ദാഹിച്ച് വരുന്നവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കണം. അങ്ങനെയാണ് അത് ത്യജിക്കേണ്ടത്. അല്ലാതെ പൂർണ്ണമായിട്ട് ആർക്കും പ്രയോജനമില്ലാതെ കാട്ടിക്കൊണ്ട് കളയാന്നല്ല അർത്ഥം. ഇനി യോഗബുദ്ധി ഇല്ലാത്തവനായിട്ട് ഈ ആത്മബോധം ആത്മശുദ്ധി ലഭിക്കുക എന്ന് പറയുന്നതാണ് യോഗം. ആത്മശുദ്ധി ലഭിക്കാത്തവരെ എന്താ ചെയ്യുക? ആത്മശുദ്ധി ലഭിക്കാത്തവര്, അതായത് യോഗബുദ്ധി ഇല്ലാത്തവനാകട്ടെ കാമനകളുടെ പ്രേരണാൽ ഫലത്തിൽ ആസക്തി ഉള്ളവനായിട്ട് കർമ്മത്താൽ ബദ്ധനായി ഭവിക്കും. ഈ ആത്മശുദ്ധി ലഭിക്കാത്തവരൊക്കെ കർമ്മബന്ധനത്തിൽപ്പെടും. താപത്രയങ്ങളിലും ബന്ധനത്രയങ്ങളിലും ആയിരിക്കും അവര്. ഒരു കാലത്തും ഇതിൽ നിന്ന് മുക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ആത്മശുദ്ധി ലഭിക്കാത്തവർക്ക് ഒരിക്കലും മുക്തി കിട്ടില്ല. വീണ്ടും വീണ്ടും ജനന മരണങ്ങളിൽ പെട്ടുകൊണ്ടിരിക്കും. അവർക്ക് ഇഹത്തിലും പരത്തിലും ശാന്തിയും സമാധാനം കിട്ടില്ല. ഇനി പരലോകത്തിൽ എന്നാലും ശാന്തി കിട്ടില്ല. അവരൊക്കെ 1, 2, 3 മണ്ഡലം 4 മണ്ഡലത്തിന് മുകളിലേക്ക് കയറുന്ന പ്രശ്നമില്ല. നാല് മണ്ഡലം വരെ സ്വയം കിടന്ന് നരയിക്കും എന്ന് പറഞ്ഞാൽ ഈ ബന്ധനത്തിൽ പെടുന്ന അർത്ഥം. ഈ യോഗബുദ്ധി ഇല്ലാത്തവരുടെ ഒക്കെ അവസ്ഥ ഇതായിരിക്കും. 1, 2, 3, 4 ഈശ്വര കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ പോലും ഈശ്വരൻ തരുന്നത് എൻ്റെ എന്ന് പറഞ്ഞ് എടുത്തു വെച്ചാൽ അവൻ 4ാമത്തെ മണ്ഡലത്തിൽ എത്തിയാൽ പോലും അധപ്പതിക്കും. 5ലും 6ലേക്ക് എത്തുന്ന പ്രശ്നമേ ഇല്ല.
അത് തന്നെ ഏറ്റവും വലിയ ബന്ധനാണ്. നമുക്ക് ഒരിക്കലും ആത്മശുദ്ധി ഉണ്ടാകാത്ത വിധത്തിൽ നരകയാതന അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ജന്മം എടുക്കുന്നത് തന്നെ നരകത്തിലേക്കായിരിക്കും. അതുകൊണ്ട് എന്താ വേണ്ടേ? സർവകർമാണി മനസ സന്യസ്യാസേ സുഖം വശി നവദ്വാരേ പുരേദേഹി നൈവ കുർവൻ ന കാരയൻ. വശീദേഹി, ഇന്ദ്രിയ മനോബുദ്ധികളെ വശപ്പെടുത്തിയ ജീവൻ, ജിതേന്ദ്രിയൻ, അതായത് ആത്മനിഷ്ഠനായിട്ടിരിക്കുന്നവൻ. സർവകർമാണി മനസാ സന്യസ്യ, സകല കർമ്മങ്ങളെയും മനസ്സുകൊണ്ട് പരിത്യജിച്ചിട്ട്. ഇതാണ് കർമ്മത്തിൽ അകർമ്മത്തെ കാണുക എന്ന് പറയുന്നത്. സകല കർമ്മങ്ങളെയും മനസ്സുകൊണ്ട് പരിത്യജിച്ചിട്ട്. നവദ്വാരേ പുരേദേഹി, 9 ദ്വാരങ്ങളുള്ള പുരത്തിൽ, അതായത് 9 ദ്വാരങ്ങളുള്ള ശരീരമാണ് ഇവിടെ പുരം എന്ന് പറയുന്നത്. നവദ്വാരേ പുരേദേഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ് ഉദ്ദേശിക്കുന്നത്. ന കുർവൻ ന കാരയൻ, ഒന്നും ചെയ്യാത്തവനും ചെയ്യിക്കാത്തവനും. ഏവ സുഖം ആസ്തേ, അവനുമായി ചെയ്യാത്തവനുമായിട്ട് സുഖമായിട്ടിരിക്കും. ഇന്ദ്രിയ മനോബുദ്ധികളെ സ്വാധീനമാക്കിയിട്ടുള്ള ദേഹി അഥവാ ജിതേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ. സകല കർമ്മങ്ങളെയും മനസ്സുകൊണ്ട് പരിത്യജിച്ചിട്ട് 9 ദ്വാരങ്ങളുള്ള പുരത്തിൽ ഒന്നും ചെയ്യാതെയും ചെയ്യിക്കാതെയും സുഖമായിട്ടിരിക്കുന്നു. പുരത്തിന് പട്ടണമെന്നും ശരീരമെന്നും അർത്ഥമുണ്ട്. ശരീരത്തിലെ 9 ദ്വാരങ്ങൾ 2 കണ്ണ്, 2 ചെവി, 2 നാസാദ്വാരങ്ങൾ, മൂക്കിന്റെ തുളകൾ എന്നർത്ഥം, വായ, വിസർജനേന്ദ്രിയങ്ങൾ 2. ഇങ്ങനെയാണ് 9 ദ്വാരങ്ങൾ. അപ്പൊ ഈ നവദ്വാരേ പുരേദഹിക്കുന്ന 9 ദ്വാരങ്ങളുള്ള പുരത്തിൽ ഒന്നും ചെയ്യാതെയും ചെയ്യിക്കാതെയും സുഖമായിട്ടിരിക്കും. ഇതാണ് ജീവൻ മുക്തഭാവം എന്നർത്ഥം. ആത്മശുദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരമെങ്കിലും ഇങ്ങനെ ഇരിക്കാൻ എന്തൊരു സുഖമെന്നറിയാം. ഈ ഒരു അവസ്ഥയിൽ, സുഷുപ്തി അവസ്ഥയിൽ, നമ്മൾ സുഷുപ്തി എന്ന് പറയുന്ന എപ്പോഴാണ്? സ്ഥലകാല ബോധം ഇല്ലാതെ കിടന്നുറങ്ങുന്ന അവസ്ഥയിലാണ്. ഇപ്പൊ ജീവനോടെ ഉറങ്ങാതെ തന്നെ ഈ ഒരു അവസ്ഥ നമുക്ക് സമാധി അവസ്ഥയിൽ ഇരിക്കാൻ സാധിച്ചാൽ ഇതാണ് ഇന്ദ്രിയ മനോബുദ്ധികളെ സ്വാധീനമാക്കിയിട്ടുള്ള ജിതേന്ദ്രിയന്റെ അവസ്ഥ. അതായത് ദേഹബോധത്തെ വിട്ടിട്ട് ദേഹിബോധത്തിൽ, ആത്മബോധത്തിൽ കുറച്ച് ഒരു സെക്കൻഡെങ്കിലും നിങ്ങൾക്ക് ഇരിക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും ശാന്തി, ജീവൻ മുക്തഭാവം. ഇതിനാണ് ധ്യാനം ശീലിക്കാൻ പറയുന്നതിൻ്റെ കാര്യം. ആ ഒരു അവസ്ഥയിൽ ബാക്കി ബന്ധങ്ങളൊക്കെ വിട്ടിട്ട്, ഭൗതികമോ ശരീരത്തിൻ്റെ പോലും ബോധത്തെ വിട്ടിട്ട്, നവദ്വാരേ പുരേദേഹി എന്ന് പറഞ്ഞാൽ നവദ്വാരങ്ങളിലുള്ള ഈ ശരീരത്തിൻ്റെ ബോധത്തിൽ നിന്ന് പോലും ആത്മബോധത്തിൽ എത്തണം. അപ്പൊ ഇന്ദ്രിയ മനോബുദ്ധികളെ സ്വാധീനമാക്കിയിട്ടുള്ള ദേഹി, ജിതേന്ദ്രിയൻ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങളെയും മനസ്സിനെയും കർമ്മേന്ദ്രിയങ്ങളെ, എല്ലാവിധ ശരീരത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ത്യജിച്ചിട്ട്, ഇല്ലെങ്കിൽ അത് മറന്നിട്ട് ആത്മബോധത്തിൽ മാത്രം ഒരു സെക്കൻഡെങ്കിലും നിങ്ങൾക്ക് ഇരിക്കാൻ സാധിച്ചാൽ അതാണ് സമാധി അവസ്ഥ. അത് തന്നെയാണ് ജീവൻ മുക്തഭാവം. അതിനെ സകലതിനെ എല്ലാം നസിക്കുന്നതാണ് സന്യാസയോഗം എന്ന് പറയുന്നത്. ഇത് വേഷം മാറിക്കൊണ്ടൊന്നും കാര്യമില്ല. ഒരു ആശ്രമത്തിൽ പോയി ദീക്ഷ എടുത്താലും കാര്യമില്ല. അവിടെ ഇരുന്നാലും ഒരു സന്യാസി ആയാലും ഈ നവദ്വാരേ പുരേദേഹി ഇത് ഉപേക്ഷിക്കാൻ സാധ്യമല്ലല്ലോ. അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ജാഗ്രത അവസ്ഥയിൽ തന്നെ ആ ശരീരബോധത്തിൽ നിന്ന് ആത്മബോധത്തിൽ ഒരു സെക്കൻഡെങ്കിലും, ഒരു ഞൊടിയിടാം, മിന്നി മറയുന്ന സമയമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു അവസ്ഥ കൈകാര്യം ചെയ്യാൻ സാധിച്ചാൽ, അതറിയാൻ ജാഗ്രത അവസ്ഥയിൽ ആ ഒരു അവസ്ഥയിൽ എത്താൻ സാധിച്ചാൽ അതാണ് സമാധി, അതാണ് ജീവൻ മുക്തി, അതാണ് സന്യാസം. അങ്ങനെയുള്ളവർക്ക് എന്താ പ്രത്യേകത? അതാണ് ഇനി പറയുന്ന ന കർത്തൃത്വം ന കർമാണി ലോകസി സൃജതി പ്രഭോ ന കർമ്മ ഫലസംയോഗം സ്വഭാവസ്തു പ്രവർത്തത. ഈ ഒരു അവസ്ഥയിൽ എത്തിയ ആള് ഈ ഒരു അവസ്ഥയിൽ ഇന്ന് ഉണർന്നെഴുന്നേറ്റാലും അവൻ്റെ സ്വഭാവം അനുസരിച്ച് പ്രവർത്തിച്ചാലും അവന് പ്രശ്നമില്ല എന്നർത്ഥം. അതാണ് സ്വഭാവസ്തു പ്രവർത്തത. പിന്നെ എന്തെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. എല്ലാ കർമ്മങ്ങളെയും വിട്ടിട്ട് സമാധി അവസ്ഥയിൽ ഇരിക്കാൻ ശീലിച്ചു കഴിഞ്ഞാലും എപ്പോഴും അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. എപ്പോഴും അങ്ങനെ ഇരിക്കാനും പറ്റില്ല.
പിന്നെ ശരീരത്തിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ യഥാർത്ഥത്തിൽ സമാധിയാവും, ശരീരം ഉപേക്ഷിക്കപ്പെടും. ശരീരം സ്വയം ഉപേക്ഷിക്കാൻ നമ്മൾ ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ചാലും സമയമാകാതെ ഉപേക്ഷിക്കപ്പെടില്ല. അപ്പൊ എന്തെങ്കിലും ചെയ്യണം. എപ്പോഴും ഇരിക്കാൻ പറ്റില്ല. നഹി ഹച്ചിക്ഷണം ശരീരം ഉപേക്ഷിക്കുന്നവരെ എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ശരീരം വരെ കേടുവരും. ഈ സമാധി അവസ്ഥയിലേക്ക് പോയ ആളായിരുന്നു 17 വയസ്സിൽ രമണ മഹർഷി. തിരുവണ്ണാമലയിൽ ചെന്നിട്ട് അവിടെ ഒരു എന്താ പറഞ്ഞേ ഗുഹാക്ഷേത്രമുണ്ട് അമ്പലത്തിൻ്റെ. നിങ്ങൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അമ്പലത്തിൻ്റെ നേരെ മുമ്പിൽ തന്നെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങിപ്പോയിട്ട് ഒരു തുരങ്കത്തിലേക്ക് ഇറങ്ങി പോകുന്ന പോലെ ഒരു സ്ഥലമുണ്ട്. ഞാനൊക്കെ പോയിട്ട് അതിനകത്തേക്ക് ഇറങ്ങിപ്പോയതാണ്. അപ്പം ഈ രമണ മഹർഷി ആദ്യമായിട്ട് പോയിട്ട് കുറച്ചു കാലമൊക്കെ അമ്പലത്തിൽ അതും ഇതും ചന്ദനടിക്കലോ എന്തൊക്കെയോ ജോലിയൊക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ പറ്റിക്കൂടിയൊക്കെ നിന്നിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഇതുപോലെ ഈ ശരീരബോധം വിട്ടിട്ട് ഒരൊറ്റ പോക്ക് അതിനകത്തേക്ക് പോയിട്ട് അവിടെ പോയി ഇരുന്നിട്ട് സമാധിസ്ഥനായി. പിന്നെ ദിവസങ്ങളോളം അവിടെ ഇരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്ത് പുഴുവരെ അരിച്ചു. ആരും അങ്ങനെ ഇങ്ങനെ അവിടെ ഇന്നാണേലും അന്നാണേലും പലർക്കും അറിയൂല, ആരും അങ്ങോട്ട് ഇറങ്ങൂല. അവിടെ പാമ്പും പല ക്ഷുദ്രജീവികൾ വരെയൊക്കെ ചിലപ്പോൾ ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ എത്രയോ കാലം മുമ്പാ. എന്നിട്ട് രമണ മഹർഷി അതിനകത്ത് പോയിട്ട് ഇരുന്ന് തപസ് ചെയ്യുക, ഈ സമാധിസ്ഥനായിപ്പോയി. എന്നിട്ട് വേറൊരു മഹാത്മാവ് അവിചാരിതമായിട്ട് ക്ഷേത്രദർശനം നടത്തിയപ്പോൾ അതിനകത്തേക്ക് ഇറങ്ങിപ്പോയപ്പോഴാ ഈ പയ്യൻ അവിടെ ഇരിക്കണ കണ്ടു. 17-20 വയസ്സിൻ്റെ ഉള്ളിലാ. 17 വയസ്സിലാണ് വീട് വിട്ടു പോയത് പോലും. അപ്പൊ അതിൻ്റെ ഇടയിലാണെന്ന് മനസ്സിലാക്കിക്കോളാം. അപ്പൊ എത്ര കാലം ഇരുന്നിട്ടുണ്ടാവും? ശരീരത്ത് പുഴു വരെ അരിച്ചത് അറിഞ്ഞിട്ടില്ല എന്നറിഞ്ഞു. ശരിക്കും ഈ പറഞ്ഞ കാര്യം സാക്ഷാത്കരിച്ച് ശരീരബോധം വിട്ടിട്ടിരുന്ന ആളാണ്. എന്നിട്ട് അങ്ങനെ തന്നെ കുറെ ആൾക്കാരെ കൂട്ടിയിട്ട് ഇദ്ദേഹത്തെ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പുറത്തു കൊണ്ടുവച്ചു. ഒരാലിൻ്റെ ചോട്ടിലാണ് കൊണ്ടുവച്ചത്. അപ്പോഴാണ് ഇദ്ദേഹം ഒന്ന് കണ്ണു തുറന്നത്. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആത്മശുദ്ധി ആത്മബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കുറേ ആൾക്കാർ പണ്ഡിതന്മാർ അവിടെ വന്നിട്ട് ബ്രാഹ്മണർ തന്നെ ചെന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ചുറ്റും ഇരുന്നിട്ട് വേദമൊക്കെ ചൊല്ലാൻ തുടങ്ങി. ഉപനിഷത്തും വേദമൊക്കെ ചൊല്ലാൻ തന്നെ സംഭവിച്ചാൽ പ്രകൃതിയെ. അപ്പോൾ ഇദ്ദേഹം ഇത്രയും ദിവസം കേട്ടതും സ്വനിച്ചതും ഒക്കെ ഈ വേദമൊന്നും പഠിക്കാതെ പോയ ആൾക്ക് പോലും ഇതൊക്കെ അത് സ്വയം അനുഭവത്തിലെത്തി. അതായത് ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണോ കണ്ടിട്ടുള്ളതാണല്ലോ എന്നൊക്കെ ഒരു ഭാവനയിലേക്ക് വന്നു എന്നർത്ഥം. അപ്പോഴത്തേനും എന്താ കുഴപ്പം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഒരു വശം, കാലിൻ്റെ ഒരു വശം മുഴുവൻ ഈ എന്താ പറയുക ഹിപ്പിൻ്റെ അവിടെയൊക്കെ പുഴു അരിച്ചിട്ട് അത് ഡാമേജ് ആയിപ്പോയി. അതുകൊണ്ട് അതിൻ്റെ കൺസിക്വൻസീസ് അദ്ദേഹം പിന്നീട് ശരീരത്തോടു കൂടി ജീവനോട് കർമ്മങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴും അത് അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരു വശം കാല് എപ്പോഴും മുടന്നുണ്ടായിരുന്നു എന്നർത്ഥം. അപ്പം അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് പോയി. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ സമാധിസ്ഥനായാൽ ഇപ്പം അദ്ദേഹം അതേപടി അവിടെ ഇരുന്നെങ്കിൽ ശരീരം ഉപേക്ഷിച്ചാൽ പോലും ആരും അറിയില്ലായിരുന്നു. ഇത് ഒരു സൈഡിൽ നിന്ന് പുഴു തിന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയും കൂടെ തിന്നില്ലേ കുറേ കഴിയുമ്പോൾ. എന്നാലും അദ്ദേഹം ആ ജീവന് നാശമൊന്നും വരാതെ അവിടെ ഇരുന്നു. പിന്നെ പ്രകൃത്യാ തന്നെ അങ്ങനെ നശിക്കേണ്ട ആളല്ല എന്ന് ഈശ്വരൻ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് വേറൊരാൾ നിമിത്തമായിക്കൊണ്ട് പുറത്തേക്ക് വന്നു. അപ്പം അതുകൊണ്ട് ഈ ഒരവസ്ഥയിലേക്ക് ശരീരത്തെ മറന്നിരുന്നാലും ന കർത്തൃത്വം ന കർമാണി ലോകശ്രീ സൃജതി പ്രഭോ ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തനം. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം ശരീരം മാധ്യമമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ചില മഹാത്മാക്കളുടെ ആണെങ്കിലും ചില കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ചില കാര്യങ്ങൾ. അപ്പം ഇദ്ദേഹം സമാധിസ്ഥനായെങ്കിലും ആരും കൂടെ ശിഷ്യന്മാരോ ഇല്ലേ മറ്റാരും ഇല്ലാതിരുന്നുകൊണ്ട് അങ്ങനെ ഇരുന്നു പോയി. അദ്ദേഹത്തെ ആ സമാധി അവസ്ഥയിൽ നിന്ന് ആരെങ്കിലും ജാഗ്രത ആക്കാൻ വേണമായിരുന്നു. ഇല്ലെങ്കിൽ ആ ഒരു ബോധം അദ്ദേഹത്തിന് സ്വയം ഉണ്ടാകേണ്ടിയിരുന്നു. പക്ഷേ സമാധിസ്ഥനായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ദേഹബോധത്തെ വിട്ടിട്ടിരിക്കുന്ന ആൾക്ക് ദേഹത്ത് എന്ത് സംഭവിച്ചാലും അറിയുന്നില്ല എന്നർത്ഥം. നമ്മളും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദേഹബോധമൊന്നും ഇല്ലാതിരിക്കും. ശ്രദ്ധാമയനാണ് ഭഗവാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ പൊതുവെ ശ്രദ്ധാമയനാണ് അല്ലേ? അതിൻ്റെയൊക്കെ ഉദാഹരണം നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ ഇല്ലെങ്കിൽ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴോ നമ്മൾ എപ്പോഴും ശരീരത്തിൻ്റെ ബോധത്തിലാണോ ഇരിക്കുക? സ്ഥലകാല ബോധം ഇല്ലാതെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ മറിച്ചുകൊണ്ടിരിക്കും അല്ലേ? അപ്പം നമ്മൾ ഭൗതിക കാര്യങ്ങളിൽ പോലും ചിലപ്പോൾ ശരീരബോധം വിട്ടിട്ട് ഇരിക്കാറുണ്ടെന്നർത്ഥം. ഈ കിടന്നുറങ്ങുമ്പോൾ സുഷുപ്തി കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്ഥലകാല ബോധമൊന്നുമില്ലയോ? അത് തന്നെ ജാഗ്രത അവസ്ഥയിൽ അച്ചീവ്മെന്റ് ആയിട്ട് മാറിയാൽ അതാണ് സമാധി.
അപ്പൊ അവിടെയും സ്ഥിരമായിട്ട് ശരീരം ഉള്ളിടത്തോളം കാലം അതിൻ്റെ കാര്യവും കൂടെ നോക്കണം എന്നർത്ഥം. അതാണ് ന കർത്തൃത്വം ന കർമാണി. ശരീരബോധത്തോടുകൂടി സമാധി പ്രാക്ടീസ് ചെയ്യാനാണ് പറഞ്ഞത്. അത് കഴിഞ്ഞാലോ തിരിച്ചു വരണം. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംഭവം സ്വഭാവത്തു പ്രവർത്തതേ എന്ന് പറഞ്ഞാൽ, പ്രഭു ലോകസ്യ കർത്തൃത്വം നാ സൃജതി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ലോകത്തിന് കർത്തൃത്വത്തെ ഒരിക്കലും സൃഷ്ടിച്ച് ഈശ്വരനായിട്ട് സൃഷ്ടിച്ചതല്ല. ഞാനെന്ന ബോധം, എൻ്റെ എന്നുള്ള ബോധം നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തതാ. ഈശ്വരനായിട്ട് ഒരിക്കലും ആ ഞാനെന്ന കർത്തൃത്വാഭിമാനമോ എൻ്റെ എന്നുള്ള ബോധമോ ഈശ്വരൻ ഉണ്ടാക്കി തന്നതല്ല. അത് നമുക്ക് സ്വയം തോന്നിയതാണ് ഞാൻ എൻ്റെ എന്നുള്ള ബോധം. അത് പ്രകൃതിയുടെ സ്വഭാവമാണ്. അതുകൊണ്ട് ലോകസ്യ ഈശ്വരൻ ഒരിക്കലും അങ്ങനെ ഒരു കർത്തൃത്വാഭിമാനമോ ഉണ്ടാക്കിയിട്ടേ ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാ കർമ്മഫല സംയോഗം, ഈ കർമ്മഫലത്തിൽ ഒട്ടി നിൽക്കാനും അതിനെ യോജിപ്പിച്ച് നിർത്താനും ഭഗവാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിക്കണേ? സ്വഭാവസ്തു പ്രവർത്തത എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ശരീരം പ്രകൃതിയിൽ നിന്ന് കിട്ടിയതാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ തന്നെ സ്വഭാവം ആണ്, നമ്മുടെ ഭാവത്തിൽ ക്രിയേറ്റ് ആയതാണെന്ന് അർത്ഥം. അതുകൊണ്ട് പ്രഭു ലോകസ്യ കർത്തൃത്വം ന സൃജതി, ഈശ്വരൻ ലോകത്തിന് കർത്തൃത്വത്തെ സൃഷ്ടിക്കുന്നില്ല. കർമാണി ന, കർമ്മങ്ങളെയും സൃഷ്ടിക്കുന്നില്ല. കർമ്മഫല സംയോഗം, കർമ്മഫല സംബന്ധത്തെയും സൃഷ്ടിക്കുന്നില്ല. സ്വഭാവത്തു പ്രവർത്തതേ, എന്നാൽ പ്രകൃതിയാകട്ടെ പ്രവർത്തിക്കുന്നു. പ്രകൃതിയുടെ പ്രവർത്തനമാണ് ഇതൊക്കെ സൃഷ്ടിക്കുക എന്നുള്ളത്. അതായത് പ്രകൃതിയുള്ള സ്വഭാവമാണ് ഞാനെന്നും എൻ്റെ എന്നുള്ള ബോധവും ഈ കർത്തൃത്വ അഭിമാനവും അതിൽ നിന്നുള്ള ഫലം സുഖവും ദുഃഖവും ഒക്കെ ക്രിയേറ്റ് ആകുന്നത് ഈ പ്രകൃതിയിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രകൃത്യ നമുക്ക് ആസുരീ സമ്പത്ത് എന്തുണ്ടായിട്ട് നശിക്കുന്നോ അതിൻ്റെ സ്വഭാവമാണ് ഈ കർത്തൃത്വാഭിമാനവും ഫലസംയോഗവും ഉണ്ടാകുന്നത്. ഈശ്വരൻ ലോകത്തിന് കർത്തൃത്വത്തെയോ കർമ്മത്തെയോ സൃഷ്ടിക്കുന്നില്ല. കർമ്മഫലത്തോട് അവയെ ബന്ധിപ്പിക്കുന്നുമില്ല. എന്നാൽ പ്രകൃതിയുടെ ഗുണപരമായിട്ടുള്ള സ്വഭാവം തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. വാസന അനുസരിച്ചുകൊണ്ട് ശരീരവും മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കും. ആത്മാവിന് അതിൽ പങ്കാളിത്തമൊന്നുമില്ല. എന്നാൽ ശരീര മനോബുദ്ധികൾ പ്രവർത്തിക്കുന്നതിന് ആത്മപ്രഭാവമുണ്ട്. അതായത് ജീവൻ എന്ന് പറയുന്ന എനർജി നമ്മുടെ ശരീരത്ത് നമ്മൾ തോന്നി വണ്ണം പ്രവർത്തിക്കാൻ സഹായിക്കുന്നല്ലാതെ അതിനെ ഉപയോഗിക്കുമ്പോൾ, ഇപ്പം നമ്മളിപ്പം വീട്ടിൽ കറണ്ട് വന്നിട്ടുണ്ട്, ഈ കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഫാൻ ഉണ്ടാക്കിയാലും ഫ്രിഡ്ജ് ഉണ്ടാക്കിയാലും അതൊക്കെ അതായത് പ്രവർത്തിക്കും. അത് പ്രവർത്തിക്കുന്നതനുസരിച്ച് എന്തെങ്കിലും ഭാവം ഈ ഇലക്ട്രിസിറ്റിക്ക് ഉണ്ടാകാറുണ്ടോ? ഞാൻ ഫ്രിഡ്ജിനെ പ്രവർത്തിക്കുന്നത്, ഞാൻ ഫാനിനെ പ്രവർത്തിപ്പിക്കണേ എന്നുള്ള ഭാവമൊന്നും ഇലക്ട്രിസിറ്റിക്കില്ല. അത് എങ്ങനെ പ്രവർത്തിച്ചാലും വേണ്ടില്ല, അതൊന്നും ഈ കറണ്ടിനെ ഒട്ടും ബാധിക്കുകയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിലുള്ള ജീവൻ വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കർത്തൃത്വാഭിമാനം കാണിക്കുകയോ കാണിക്കാതിരിക്കുകയോ കർമ്മങ്ങൾ എന്ത് ചെയ്താലും അതിൻ്റെ ആ കർമ്മങ്ങളോടോ കർമ്മഫലത്തോടോ ഒരിക്കലും ബന്ധിപ്പിക്കുന്നില്ല. എന്നാൽ ഈ ഗുണഭാവങ്ങളെ പ്രകടമാക്കുന്നതിന് ഗുണപരമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതിയുടെ സ്വഭാവം എന്താ? എങ്ങനെ പ്രകടമാകുക? അതാണ് മൂലപ്രകൃതി എന്ന് പറയുന്നത്. അതാണ് മായ എന്ന് പറയുന്നത്. സത്വരജ തമോ ഗുണങ്ങളാണ് ഈ അവസ്ഥാത്രയം ഓരോ കാര്യത്തിലും ഉണ്ടാക്കുന്നത്. നമ്മൾ ജനിച്ചു, വളരുന്നു, ഇല്ലാതെയാകുന്നു. ഇത് അവസ്ഥാത്രയാ. ഇവിടെയൊക്കെ പ്രകൃതിയുടെ സ്വഭാവം അനുസരിച്ച് അത് സംഭവിച്ചുകൊണ്ടിരിക്കും. കോമൺ ആയിട്ട് എല്ലാവർക്കും ഏത് സ്വഭാവത്തിലുള്ളവർക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരേപോലെ നടക്കുമല്ലോ. ജനിക്കുന്ന സത്വഗുണം കൊണ്ട് രജോ ഗുണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നു, പരിപാലിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതെയാക്കുന്നു. രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന സത്വഗുണം കൊണ്ട്, എഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന രജോ ഗുണം കൊണ്ട്, വൈകുന്നേരം കിടന്നുറങ്ങുന്നത് തമോ ഗുണം കൊണ്ട്. ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ? ഇതാണ് സ്വഭാവത്തിൽ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പം ഈ അവസ്ഥാത്രയം ഉണ്ടാക്കുന്നതിലും ഭഗവാന് ബന്ധമൊന്നുമില്ല. അതായത് നമ്മുടെ ആത്മാവിന് ബന്ധമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന അവസ്ഥാത്രയത്തിന് പ്രേരണ നൽകുന്നത്, അതായത് ഭഗവാന്റെ ചൈതന്യത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഈ അവസ്ഥാത്രയം സംഭവിക്കുന്നതെന്നാണ്. ഇപ്പം ഞാനും നവാവും എൻ്റെ നിന്നുണ്ടാകുന്നത് നമ്മൾ കർമ്മം ചെയ്യുന്നതിന് ഫലം കിട്ടിയാൽ ആ ഫലം അനുഭവിക്കുകയോ അനുഭവിക്കാതിരിക്കുകയോ ചെയ്യുന്നതിലൊന്നും ആത്മാവിന് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഈ പ്രവർത്തനങ്ങളൊക്കെ സുഖവും ദുഃഖവും ഉണ്ടാക്കുന്നതിന്, പാപത്തെ മാറ്റുന്നതിന് സ്വഭാവം പ്രകൃതിയാണ് അതിന് കാരണം എന്നർത്ഥം.
അതായത് നമ്മുടെ ഭാവമാണെന്നർത്ഥം. നമുക്ക് ഇഷ്ടമുള്ള സംഭവിച്ചാൽ നമുക്ക് സുഖം, ഇഷ്ടമില്ലാത്തത് കിട്ടുകയോ കിട്ടിയത് നഷ്ടപ്പെടുകയോ ചെയ്താൽ ദുഃഖം ഉണ്ടാക്കുന്നതും നമ്മുടെ ഭാവം തന്നെ. ദുഃഖം അനുഭവിക്കുന്ന ആരാ? നമ്മൾ. അപ്പം അതിനൊക്കെ ഈ ജീവചൈതന്യത്തിൻ്റെ പ്രഭാവം ഉണ്ടെങ്കിലല്ലേ നമുക്ക് സുഖവും ദുഃഖമൊക്കെ അനുഭവിക്കാൻ സാധിക്കൂ. ആ പ്രഭാവം കൊണ്ട്, സാന്നിധ്യം കൊണ്ട്, പ്രഭാവത്താൽ, ജീവനെ കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും ജയവും പരാജയവും ഒക്കെ അനുഭവിക്കുന്നത്. ഭഗവാൻ ഒട്ട് കർമ്മങ്ങളെ സൃഷ്ടിക്കുന്നില്ല, കർമ്മഫലത്തെ യോജിപ്പിക്കുന്നുമില്ല. അത് ഭഗവാന് കിട്ടണം എന്നുള്ള ആഗ്രഹവും ഭഗവാൻ വയ്ക്കാറില്ല. അത് നമ്മുടെ വാസന അനുസരിച്ചുകൊണ്ട് ശരീരവും മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. ആത്മാവിന് അതിൽ യാതൊരു പങ്കാളിത്തവുമില്ല. എന്നാൽ ശരീര മനോബുദ്ധികൾ പ്രവർത്തിക്കുന്നതിന് ആത്മപ്രഭാവം വേണം താനും. ആത്മാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, അതൊരു ശക്തിയാണ്. ഇലക്ട്രിസിറ്റി പോലെ ഒരു എനർജിയാണ്, ഒരു ശക്തിയാണ് നമ്മുടെ ശരീരത്തെ ജീവനായിട്ട് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഭഗവാൻ ഇത് സംബന്ധമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് ഭഗവാന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് ഇവിടെ കൃത്യമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. ആ ഭഗവാന്റെ ഉത്തരവാദിത്വം എന്താ? ഈ ആത്മപ്രഭാവം നമ്മുടെ ശരീരങ്ങളിൽ ഉണ്ടാക്കുക, അത് നിലനിർത്തുക, ശരീരം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായ പുതിയ ശരീരം കൊടുക്കുക. ഇതൊക്കെ ഭഗവാന്റെ ഡ്യൂട്ടിയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. ഭഗവാൻ അത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനിടയ്ക്ക് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന കൺസിക്വൻസീസ് ഒന്നും ഭഗവാൻ ഉത്തരവാദിയല്ല എന്നർത്ഥം. അത് ക്ലിയറൻസ് തരികയാണ് ഭഗവാൻ ഇനി ചെയ്യുന്നത്. അതാണ് 15ാമത്തെ ശ്ലോകം. നാദത്തെ കശ്ചിത് പാപം നൈ ചൈവ സുഹൃതം വിഭോ അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഖ്യന്തി ജന്മവ. വിഭു കസ്യചിത്ത്, ഈശ്വരൻ അതായത് ആത്മപ്രഭാവം പരമാത്മാവ് ആരുടെയും പാപം ന ആദത്തെ, പാപത്തെ എടുക്കുന്നില്ല അഥവാ ഏറ്റെടുക്കുന്നില്ല. സുഹൃതം ന, സുഹൃതം ച നയേവ, പുണ്യത്തെയും സ്വീകരിക്കുന്നില്ല തന്നെ. അജ്ഞാനേന ആവൃതം ജ്ഞാനം, അജ്ഞാനത്താൽ ജ്ഞാനം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് അജ്ഞാനത്താൽ ജ്ഞാനം ആവരണം ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്വഭാവമാണ് വാസനാബലത്താൽ നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്ന സ്വഭാവം അനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് അജ്ഞത കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന് കാരണം എന്തായിരിക്കും? ജ്ഞാനം മറിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. അതായത് ആത്മബോധമില്ലാത്തവരാണ് ഇങ്ങനെ പ്രവർത്തിക്കുക എന്നർത്ഥം. തേന ജന്തവാ മുഖ്യന്തി, അതിനാൽ ജീവികൾ മോഹിതരാകും. അപ്പൊ ഈ ആത്മബോധം ഇല്ലാതിരിക്കുന്നവരാണ് ഈ സുഖദുഃഖങ്ങളിൽ മോഹിതരായി പോകുന്നത്. അതായത് ഭൗതിക കർമ്മങ്ങളിൽ വ്യാപൃതാകുകയും ചെയ്യും. അതിൽ നിന്ന് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതും ഈ അജ്ഞാനികളാണ്. അജ്ഞാനം എങ്ങനെ ഉണ്ടാകുന്നു? ജ്ഞാനത്തെയാണ് അജ്ഞാനം മറച്ചു വച്ചിരിക്കുന്നത്. നമ്മുടെ ആത്മബോധമാണ് ജ്ഞാനസ്വരൂപമാണ്. അതിനെ നമ്മുടെ അജ്ഞത കൊണ്ട് ഒരു മൂടുപടം ഇട്ടുവച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പം അതുകൊണ്ട് ആ അജ്ഞത കാരണമാണ് നമ്മൾ പുണ്യം ചെയ്യുന്നതും പാപം ചെയ്യുന്നതും. അതിൻ്റെ ഫലത്തിലും ഭഗവാന് യാതൊരു ആസക്തിയുമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പരമാത്മാവ് ഈശ്വരൻ ആരുടെയും പാപത്തെ ഏറ്റെടുക്കുന്നില്ല, പുണ്യത്തെയും സ്വീകരിക്കുന്നില്ല. അജ്ഞാനത്താൽ ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ജീവികൾ മോഹിതരായി പോകുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ആത്മാവാണെന്ന ബോധത്തെ മറയ്ക്കുന്ന ശരീര മനോബുദ്ധികളിലുള്ള അഭിമാനമാണ് അജ്ഞാനം. എൻ്റെയും ഞാനും എന്നുള്ള ബോധത്തിൽ നിൽക്കുന്നവരാരും ഈ കർമ്മബന്ധനത്തിൽ നിന്നൊട്ടും രക്ഷപ്പെടുന്നുമില്ല. പിന്നെ ഈശ്വരനിൽ ആരോപണങ്ങളും കൂടെ ഉന്നയിക്കും. എനിക്ക് ഇങ്ങനെയൊക്കെ ഈശ്വരൻ വരുത്തി, ഇല്ലെങ്കിൽ നമ്മൾ പൂർവ്വജന്മാർജിതമായിട്ടുള്ള പാപമാണ്, ഈ പാപങ്ങളാണ് നമുക്ക് ഈ ജന്മത്തെ അനുഭവിക്കാൻ, ദുരിതം അനുഭവിക്കുന്നത്, ദുഃഖം അനുഭവിക്കുന്നതെന്ന് മനസ്സിലായി ഏതെങ്കിലും വ്യക്തി തോന്നിയെന്ന് വിചാരിക്കുക. തോന്നിയാൽ പിന്നെ ഇതെല്ലാം കൂടെ സമസ്ത അപരാധം ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ കൂട്ടി ഒഴിഞ്ഞ് ഈശ്വരൻ്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്ന സ്വഭാവവും അജ്ഞതയാണ് കാരണം എന്നാണ്. കാരണം എന്താ? ഞാനായിട്ട് നിങ്ങൾക്ക് പാപത്തെ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു കർമ്മത്തെയും സൃഷ്ടിച്ചിട്ടില്ല. അതീന്ദ്രിയ മനോബുദ്ധികളുടെ ബുദ്ധി വേണ്ട വ്യക്തി പ്രവർത്തിക്കാതെ അജ്ഞതയുടെ മറവിൽ നിങ്ങൾ ഓരോന്ന് ചെയ്യുന്നു. അതിൽ നിന്ന് പാപം ഉണ്ടായി. ആ പാപം ഉണ്ടായതിൻ്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കണം. അല്ലാതെ ഇതെല്ലാം കൂടെ കൂട്ടി ഒഴിഞ്ഞ് എൻ്റെ അടുത്ത് കൊണ്ടുവച്ചാൽ ഞാൻ ഏറ്റെടുക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞു.
എന്നിട്ട് നമ്മൾ കൊണ്ടുപോയിക്കും. എന്തുകൊണ്ടാ? പിന്നെയും നമ്മൾ അജ്ഞതയാ. നമ്മൾ ഗീതയിൽ ഈ ഒരൊറ്റ ശ്ലോകം പഠിച്ചാൽ പിന്നെ ഒരിക്കലും കൂട്ടി ഒഴിഞ്ഞു കൊണ്ടുവച്ചിട്ട് ഒരു പ്രയോജനമില്ലാന്ന് മനസ്സിലാവും. എന്നാൽ പുണ്യം ചെയ്താൽ ഭഗവാന് കൊടുക്കണോ ഷെയർ? അതും വേണ്ട. അതിന്റെ ഫലവും നിങ്ങൾ തന്നെ അനുഭവിച്ചോളൂ. നമ്മൾ പോയി പെടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ്. ഇതൊക്കെ അജ്ഞതയാണ്. ഗീത പഠിക്കാത്തവരൊക്കെ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ഞാനെല്ലാവരും കൂടെ കൂട്ടി കഴിഞ്ഞിട്ട് ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കൊന്നുമില്ല. നമ്മളെ ചെയ്തതിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം. അത് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ചെയ്തോളൂ, വിരോധമൊന്നുമില്ല. തൽക്കാലത്തേക്ക് ഒരു ശാന്തി നമുക്ക് മനസ്സ് അങ്ങനെയെങ്കിലും കിട്ടുവാണെങ്കിൽ സ്വല്പം ഒന്നും ചെയ്യാതിരിക്കുന്നതിന് നല്ലതല്ലേ, എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ, അങ്ങനെ അത് പറഞ്ഞിട്ടെങ്കിലും. ചിലപ്പോൾ ജ്യോത്സ്യന്മാർ ചീട്ട് കൊടുത്തിട്ടായും ചാർത്തെഴുതി കൊടുത്തിട്ടായിരിക്കും എല്ലാം കൂടെ എണ്ണാത്ത മുളം എടുത്തിട്ട് മഞ്ഞപ്പട്ടി പൊതിഞ്ഞിട്ട് എല്ലാം കൂടെ കൂട്ടി ഒഴിഞ്ഞ് വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം ചെയ്ത് ഭഗവാന്റെ അടുത്ത് കൊണ്ടുവച്ചോളാനൊക്കെ ഉപദേശിക്കും. അങ്ങനെയെങ്കിലും നിങ്ങൾ ഭഗവാന്റെ അടുത്തേക്ക് ഒന്ന് പോകുമല്ലോ. സ്വല്പ അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാ. ഈ കൊണ്ടുവയ്ക്കുന്ന മഞ്ഞപ്പട്ടി പൊതിഞ്ഞിട്ട് ഭഗവാനാണ് എടുത്തുകൊണ്ട് പോണത്. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് സോപാനത്തിൽ കൊണ്ടുവച്ചാലും ഞാനും ചിലർക്ക് ഉപദേശം കൊടുക്കാറുണ്ട്. അങ്ങനെയെങ്കിലും ഗുരുവായൂർക്കൊന്ന് പോവുമല്ലോ എന്നാണ് എൻ്റെ ഉദ്ദേശം. അത് എടുത്തുകൊണ്ട് പോകുന്നത് ദേവസ്വം ബോർഡ് എടുത്തുകൊണ്ട് പോവുക. എവിടെ കൊണ്ടുവച്ചാലും വേണ്ടില്ല, ഭഗവാൻ എടുത്തുകൊണ്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് ക്ലിയർ കട്ട് ഭഗവാൻ ഇതൊന്നും ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇനി പുണ്യത്തിന്റെ സ്വർണ്ണ കിരീടം കൊണ്ടുവച്ചാൽ ഭഗവാൻ എടുത്തുകൊണ്ട് പോകുന്നത്. എനിക്ക് കിട്ടിയ പുണ്യകർമ്മത്തിന്റെ ഫലമാണ് സുഖസമൃദ്ധിയും സമ്പത്തും ഇട്ടുമൂടാനുള്ള സമ്പത്തൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം അവർക്ക് കൊണ്ടു കൊടുക്കാൻ തോന്നുന്നുണ്ടല്ലോ, കിരീടത്തിൻ്റെ രൂപത്തിലായാലും. ഞാൻ എങ്ങനെയൊക്കെ പോസിറ്റീവായിട്ട് കാണാം. അല്ലാതെ ഭഗവാന്റെ അടുത്ത് ഒരു തുളസിപ്പൂ കൊണ്ടുവച്ചാൽ ആ ഭഗവാൻ ഏറ്റവും സന്തോഷം എന്നുള്ളത് അത് അജ്ഞത മാറിയല്ലേ നമുക്ക് തോന്നും. ഭഗവാന്റെ കണ്ണൊന്നും മഞ്ഞളിക്കില്ല സ്വർണ്ണ കിരീടം കൊണ്ടുവച്ചാലും. ഭഗവാൻ പിന്നെ ശ്രദ്ധിക്കുന്നത് ആരാ? ദരിദ്രനായിരിക്കുന്ന 5 പൈസയ്ക്ക് വഴിയില്ലാത്ത ആൾ, ഒന്നും കൊണ്ടുവയ്ക്കാനില്ലാത്ത ആൾ മുറ്റത്ത് വെക്കുന്ന തുളസിപ്പ് കതിരെടുത്തുകൊണ്ട് പോയി ഭക്തിയോട് കൊണ്ട് സമർപ്പിച്ചാൽ ഭഗവാന്റെ ദൃഷ്ടി പതിക്കുന്നത് ആ ഭക്തനിലായിരിക്കും. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കിയാൽ പിന്നെ അജ്ഞതയില്ലല്ലോ. അതിങ്ങനെയൊക്കെ ചെയ്യാൻ എന്താ കാരണം? അജ്ഞത. അതുകൊണ്ട് ആത്മാവ് ആണ് ബോധത്തെ മറയ്ക്കുന്ന, ഞാൻ ആത്മാവാണെന്ന ബോധത്തെ മറയ്ക്കുന്ന ശരീര മനോബുദ്ധികളിലുള്ള അഭിമാനമാണ് അജ്ഞാനം. ഞാനെന്നും എൻ്റെ എന്നുള്ള തോന്നലും. ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണോ, ചിലപ്പോൾ അവസാന കാലത്തായിരിക്കും എന്തെങ്കിലും ദുരിതം ആരാരവമൊക്കെ ഒന്ന് കിടക്കുമ്പോൾ, അതിനു മുമ്പ് ചിലപ്പോൾ ഭാഗവതമൊക്കെ വായിച്ചുകൊണ്ട് നടക്കുന്നവരായിരിക്കും, നാമം ജപിച്ചുകൊണ്ടിരുന്ന ആളാ. പക്ഷെ അവസാനം ഇങ്ങനെ വന്ന് കിടക്കാൻ പോയത് കൊണ്ട് നാമം ജപിക്കാൻ അടുത്തിരുന്നും ജപിക്കാൻ പോലും സമ്മതിക്കാത്തവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇത്രയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ ഇങ്ങനെയൊക്കെ വരുത്തിയുള്ളൂ, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണോ ഞാനിങ്ങനെ കിടക്കേണ്ടി വന്നതെന്ന് വിചാരിക്കുന്നവരും ഉണ്ട് അല്ലേ? അങ്ങനെ വിചാരിക്കുന്നതും ഇത്രയൊക്കെ ചെയ്തിട്ടും ഈശ്വര കാര്യങ്ങൾ ചെയ്തിട്ടും ആത്മബോധം എന്ന് പറയുന്നത് ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ശരീര മനോബുദ്ധികളെ മറയ്ക്കുന്ന അഭിമാനമാണ് അജ്ഞാനം. അപ്പൊ ആത്മശുദ്ധിക്കായിക്കൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാൻ, ഈശ്വര കാര്യങ്ങൾ ചെയ്യുന്നത്. അതല്ലാതെ വന്നാൽ ഇതേപോലെയൊക്കെ ചിലപ്പോൾ സംഭവിക്കും. അപ്പം അഭിമാനം കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ചിന്തിക്കുന്നത് ആത്മാഭിമാനമാണ്. അത് അജ്ഞതയാണ്. അതിനെ പോസിറ്റീവായിട്ട് എങ്ങനെ കാണാം? അന്ന് അത്രയെങ്കിലും ചെയ്തുകൊണ്ടല്ലേ ഇപ്പൊ ഈ ജന്മത്തിൽ തന്നെ ഈ പാപം ബാക്കി കിടന്നത് അനുഭവിച്ചിട്ട് പോകാനുള്ള അവസരം ഗുരുവായൂരപ്പൻ ഉണ്ടാക്കി തന്നല്ലോ എന്ന് ചിന്തിച്ചാൽ അത് പോസിറ്റീവായി. അല്ലാതെ ഞാൻ ഇത്രയും കാലം ഇത്രയും കാര്യം വായിച്ച് ഭഗവാന്റെ കഥയും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് എനിക്കെന്തുകൊണ്ട് ഈ ദുരിതം വന്നു എന്ന് ചിന്തിക്കുന്നത് അജ്ഞത കൊണ്ടാണ്. അവിടെ ആത്മാഭിമാനമാണ്. സടകുടഞ്ഞെഴുന്നേക്കുക. ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. ഈ അവസാന കാലം വരെ ഓടി നടന്നില്ലേ? ഇപ്പോഴല്ലേ നമ്മുടെ പൂർവ്വജന്മാർജിതമായ എല്ലാ പാപങ്ങൾ അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ഒരവസരം ഭഗവാൻ ഉണ്ടാക്കി തന്നു. ഇത് ഈ ജന്മത്തിൽ തന്നെ തീർത്തു പോകുന്നതാ നല്ലതെന്ന് സമാധാനിച്ചാൽ, ഇല്ലെങ്കിൽ ഇത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വരേണ്ടി വരില്ലേ
എന്ന് ഭാഗവതം തന്നെ പറയുന്നുണ്ടല്ലോ. ഈ അജ്ഞത നമ്മൾ ഭക്തിയുടെ മാർഗത്തിൽ സഞ്ചരിച്ചാലും ഏത് സമയത്തും വന്ന് ഭവിക്കും. മറ വീഴുന്ന എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. ഒരേ പവ നിൽക്കുമ്പോൾ എനിക്ക് സംഭവിക്കുക അവസാന കാലത്ത് ചിലപ്പോൾ കുറച്ചു കാലം കിടക്കേണ്ടി വന്നാൽ ഞാൻ ഇത്രയൊക്കെ കാര്യം ചെയ്തിട്ടും അവസാനം എനിക്ക് പക്ഷെ ഞാനുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വന്ന് ഈ ശരീരത്തിന് എന്തെങ്കിലും ചെയ്യണത് വന്ന് ഇല്ലാതാകണം. അത് ഏത് തരത്തിൽ സംഭവിക്കാം? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ അങ്ങനെ തന്നെ ശരീരം ഉപേക്ഷിച്ചിട്ട് ഈശ്വരനിലേക്ക് എത്താമെന്ന് ഒന്ന് സ്വപ്നം കണ്ടിരിക്കേണ്ടെന്നർത്ഥം. അതും ഒരു തരത്തിൽ ഫലേച്ഛയാണ്. ഈ ശരീരത്തിനെ ഉപേക്ഷിക്കേണ്ട സമയം വന്നാൽ എങ്ങനെയെങ്കിലും അത് ഉപേക്ഷിക്കണം. അതിന് എന്ത് വന്നിട്ടായാലും വേണ്ടില്ല. ജീർണത ഏത് തരത്തിലും ബാധിക്കാം. അത് സമയം അനുസരിച്ചുകൊണ്ട് ആദ്യ ശ്വാസം എന്ന് എടുക്കണമെന്നോ അവസാന ശ്വാസം എന്ന് വിടണമെന്നോ നമ്മുടെ ജാതകത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് അത് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും നമ്മൾ വിചാരിച്ചാൽ പോലും നടക്കില്ല. പിന്നെ എങ്ങനെയാ? അതൊക്കെ സംഭവം യുഗേ കാലത്തിനനുസരിച്ച് കാലത്തിന്റെ ഗതി അനുസരിച്ചുകൊണ്ട് സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിക്കേണ്ട സമയത്ത് സംഭവിച്ചോളും. അതിലൊന്നും നമ്മൾ എക്സൈറ്റ്മെന്റോ വറീഡോ ഒന്നും ആയിട്ട് കാര്യമൊന്നുമില്ല. ഓരോ നിമിഷവും നമുക്ക് ബോണസായിട്ട് കിട്ടുന്നതാണെന്ന് വിചാരിച്ചോളാം. അത്രേ ഉള്ളൂ. ഈ ആൾക്കാർക്ക് വേറെ ഒന്നും പറയാനോ ചിന്തിക്കാനോ ഒന്നുമില്ലേ? അവർ ഈ അജ്ഞതയുടെ തിമരം പിടിച്ചിരിക്കുന്നവരെ. ഇപ്പൊ ഞാനിപ്പോ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എങ്ങാനും വീണ് മരിച്ചിട്ടിനെ പറയും അതിനെന്തോ ദോഷം ഉണ്ടായിട്ടാട്ടോ അങ്ങനെ സംഭവിച്ചേ. ഇല്ലേ? പറയാനൊരു മടിയില്ല. നമ്മുടെ സമയം തീർന്നാൽ അത് ദോഷമോ ഗുണമോ ഉണ്ടോ ഇല്ലെങ്കിൽ ഇതൊന്നും ഭഗവാന്റെ ചിത്രത്തിലോ നമ്മുടെ ജാതകത്തിലോ ഇല്ല എന്നർത്ഥം. സംഭവിക്കേണ്ട കാര്യം സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും. നമ്മുടെ കർമ്മം അവിടെ പൂർത്തിയായി എന്ന് വിചാരിച്ചാൽ മതി. അത്രേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ അപ്പോൾ ശരീരം ഏത് സമയത്തും വീണു പോവും. ഈ ജന്മം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കർമ്മത്തിൽ ശുദ്ധി വന്നു. ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. ഈ ജന്മത്തിൽ ഇനി ഒന്നും ചെയ്യാൻ വിചാരിച്ചാലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ കർമ്മം ഈ ജന്മത്തിൽ ചെയ്യേണ്ടത് അവസാനിച്ചു എന്നർത്ഥം. അപ്പൊ ഏത് സമയത്തും വീണു പോയിക്കോളും. പൊയ്ക്കോട്ടെ. ആൾക്കാരുടെ വായടയ്ക്കാൻ പറ്റുമോ? ആൾക്കാർ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. ഇതൊക്കെ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. എൻ്റെ അടുത്ത ബന്ധു തന്നെ സകലം നഷ്ടപ്പെട്ട് ഒരു ക്ഷേത്രം ഏറ്റെടുത്തു. എന്നിട്ട് അതിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. എന്നിട്ടൊരു 10 സെൻറ്റ് 5-8 സെൻറ്റ് സ്ഥലം മേടിച്ചു. തറപ്പണി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശ്രീകോവിൽ പൂജയ്ക്ക് കയറിയ സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ അവിടുന്ന് സിംറ്റംസ് തുടങ്ങി. പിന്നെ പോയിട്ട് ആശുപത്രിയിലൊക്കെ ഞാൻ കൊണ്ടാക്കി 4 ദിവസമേ കിടന്നിട്ടുള്ളൂ. അപ്പം ആള് പോയി. എന്നിട്ട് ആൾക്കാരിങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങി. അവിടെ എന്തോ ദോഷം സംഭവിച്ചിട്ടാണ് വീടിൻ്റെ സ്ഥലം മേടിച്ചിട്ട് ആ സ്ഥലത്ത് സംബന്ധമായിട്ട് എന്തോ ദോഷമുണ്ട്, അവിടെ വീട് വെക്കരുത്. ജ്യോത്സ്യനെ കണ്ട് ചോദിച്ചിട്ട് ഇനി മേലാൽ ഞാനത് കേട്ടോണ്ട് എന്നോട് നേരിട്ട് ഒരാൾ പറഞ്ഞു നിനക്ക് ഇനി മേലാൽ ആരോടും ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. അന്നൊക്കെ ഞാൻ ഈ ഗീതയൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ സ്റ്റേണായിട്ട് സ്റ്റേബിലിറ്റിയോട് തീരുമാനം എടുത്തു. ഏട്ടൻ്റെ ആ ബന്ധുവിൻ്റെ മകനെ കൊണ്ട് തന്നെ അവിടെ വീട് വയ്പ്പിച്ചു. അതിൻ്റെ സകല പൂർവ്വജന്മാർജിതമായിട്ട് ആ സ്ഥലത്തിൻ്റെ ദോഷമോ എന്തോ ഉണ്ടായിരുന്നു. അതൊക്കെ ശരി തന്നെ. പക്ഷേ ബ്രാഹ്മണൻ അവിടെ കയറി താമസിച്ചാൽ ഈ പ്രശ്നം തീരുന്നറിയാം. അതുകൊണ്ട് ഞാനത് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു. ഇന്നും അവരവിടെ സുഖമായിട്ട് താമസിക്കുന്നുണ്ട്. ഞാൻ വരെ അത് പാല് കാച്ചിൻ്റെ തലേ ദിവസം ഞാൻ വരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കൊടുത്തിട്ടായാലും നീ അത് വേണ്ടാന്ന് വെക്കരുത്, ഗണപതി ഹോമം കഴിച്ചിട്ട് കയറി താമസിച്ചോളാൻ പറഞ്ഞു. ഇങ്ങനെ ധൈര്യമായിട്ട് തീരുമാനം എടുക്കാൻ സാധിക്കണ്ടേ നമുക്ക്? അപ്പം ഈ ഗീതയുടെ അംശമൊക്കെ പൂർവികമായിട്ട് തന്നെ ഇതിനൊക്കെ ഗീത പഠിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഡിസിഷൻ മേക്കിലൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് യാതൊരു സംശയം. അതിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് വെച്ചിട്ട് അത് വെച്ചുകൊണ്ട് കർത്തൃത്വ അഭിമാനമോ ഇല്ലെങ്കിൽ ഞാനാണ് ഇതൊക്കെ കർത്തൃത്വ അഭിമാനമോ ഈ പറയുന്ന പ്രശ്നമൊന്നും കാണിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയൊക്കെ സാധിച്ചു എന്നല്ലാതെ അതിലൊന്നും എൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല. ഭഗവാൻ പോലും അവിടെ കർത്തൃത്വ അഭിമാനം കാണിക്കുന്നില്ലല്ലോ. ഈശ്വരനാ ഇതൊക്കെ ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് ഭഗവാൻ എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല, പറയുന്നുമില്ല ഇപ്പോഴും.
നമ്മളത് മനസ്സിലാക്കണം. അതാണ് നമ്മുടെ അജ്ഞത പോയാലേ, ആത്മബോധത്തോടെ ഇരുന്നാലേ നമുക്ക് ചില അനുമാനങ്ങളിലൂടെ ഈശ്വരൻ്റെ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തിയൊക്കെ ഈശ്വരൻ നേരിട്ട് വന്നിട്ടല്ല ചെയ്യുക, ഒരു കാര്യമല്ല. ചിലപ്പോൾ ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കും. ഏത് രൂപത്തിൽ ഏത് ഭാവത്തിലും വരാം. നമ്മളെ കൊണ്ടും ഏത് തരത്തിലും ചിന്തിച്ച് നമ്മളെ കൊണ്ട് കൃത്യമായിട്ട് തീരുമാനമെടുത്ത് പ്രവർത്തിപ്പിക്കുന്നതും ഭഗവാനാണെങ്കിലും നിന്നെ കൊണ്ട് ഞാനാ ഇത് ചെയ്യിപ്പിക്കുന്നതെന്ന് ഭഗവാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഭഗവാനും കർത്തൃത്വ അഭിമാനമൊന്നുമില്ല. എന്തുകൊണ്ടത്? കർത്തൃത്വ അഭിമാനം വന്ന അജ്ഞതയാണ്. അവിടെയും ഭഗവാനാണ് അത് കാണിച്ചു തരുന്നത്. കർത്തൃത്വ അഭിമാനം ഇല്ലാതെ പ്രവർത്തിക്കണമെന്ന് ഭഗവാൻ ചെയ്യുന്നതെങ്കോ അവിടെയൊന്നും ഞാനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്, അതിലുള്ള അഹങ്കാരമൊന്നും ഭഗവാൻ കാണിക്കുന്നൊന്നുമില്ല. അപ്പം അതേ ഒരു ഭാവത്തിലേക്ക് നമ്മളോട് എത്താനാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ അധ്യായത്തിലും പറഞ്ഞത്, ഈ മറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തെ പുറത്തു കൊണ്ടുവരണം. അതാണ് നഹി ജ്ഞാനേന സദൃശം പവിത്രമഖിവിദ്യത എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞു വരുന്നത് എന്താ? ഈ അജ്ഞത മാറ്റണം. അജ്ഞതയുടെ കവചത്തെ ഇല്ലാതെയാക്കാനാണ് 5ഉം 6ഉം അധ്യായത്തിലേക്ക് നമ്മളെ കടത്തിവിടുന്നത് ഭഗവാൻ. എങ്കിലേ നമുക്ക് ഭഗവാൻ പറയുന്നത് പോലെ, ഭഗവാൻ മറഞ്ഞിരുന്നു കൊണ്ട് നമ്മളെ ചിന്തിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ കർത്തൃത്വ അഭിമാനമില്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാനെന്നും എൻ്റെ എന്നുള്ള കേമത്വം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്നുള്ള ചിന്തയില്ലാതാകണമെങ്കിൽ ആ യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് നമ്മളെത്തണം, ആത്മബോധത്തിലേക്ക് എത്തണം. അപ്പം നമ്മളെ കൊണ്ട്, ഇപ്പം ഞാൻ തന്നെ ഇതൊക്കെ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ കേമത്വം കൊണ്ടൊന്നും അല്ല പറയുന്നതെന്നല്ല ബോധമുണ്ട് എനിക്ക്. എന്നെ കൊണ്ട് ഭഗവാൻ പറയിപ്പിക്കുക. ആ ബോധം എനിക്കുണ്ടായാൽ മതി. ഇത് കേൾക്കുന്നവർക്ക് ആ ഒരു ബോധം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും കാര്യമൊന്നുമില്ല. അങ്ങനെ ഉണ്ടായിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളിപ്പോൾ നിമിത്തം എന്നെ ആയിട്ടാണ് കാണുന്നത്, അല്ലേ? ഞാൻ കേവലം നിമിത്തം മാത്ര. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഭഗവാനാണ്. എൻ്റെ ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാനാണ്. അതുകൊണ്ട് ഞാനാണ് ഇതൊന്ന് ചെയ്യുന്നത്, ഞാനാണ് പറയുന്നതെന്നുള്ള ആത്മാഭിമാനം ഞാൻ കാണിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ അജ്ഞതയാണ്. ഈ കവചം ഞാൻ ഭേദിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ നമുക്ക് ആത്മബോധം ഉണ്ടാകണമെങ്കിൽ, അജ്ഞതയുടെ കവചത്തെ ഇല്ലാതെയാക്കണമെങ്കിൽ ഇനി നമ്മൾ ഈ ശരീരം വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്താലാണ് ഈ അജ്ഞതയുടെ കവചം ഭേദിച്ച് ജ്ഞാനം പ്രകാശിക്കൂ എന്ന് ഭഗവാൻ ഇനി പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഇപ്പം സമയം കഴിഞ്ഞു, 12 മണിയായി. ഓം. ഈ 5 ശ്ലോകങ്ങളാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ട് പോയിട്ടുള്ളൂ. അതാണ് കായേന മനസാ ബുദ്ധ്യ കേവലൈ ഇന്ദ്രിയൈരപി യോഗിന കർമ്മ കുർവന്തി സംഘം തെക്വാത്മശുദ്ധയെ യുക്ത കർമ്മ ഫലം തെക്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ സർവകർമാണി മനസാ സന്യസ്യാസ്തേ സുഖം വശി നവദ്വാരേ പുരേരേഖി നൈവ കുർവന്ന കാരയൻ ന കർത്തൃത്വം ന കർമാണി ലോകസി സൃജതി പ്രഭോ ന കർമ്മ ഫലസംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ നാദത്തെ കശ്ചിത് ഭാവം നൈ ചൈവ സുഹൃതം വിഭോ അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഖ്യന്തി ജന്തവ. ഈ 15ാമത്തെ ശ്ലോകം നന്നായിട്ട് ഓർത്തിരുന്നോണം. നമ്മൾ ഈ ജന്മത്തിലോ പൂർവ്വജന്മത്തിലോ ചെയ്തിട്ടുള്ള പാപത്തിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിച്ച് തീർക്കണം. ഇനി പുണ്യം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സുഖവും ഷെയർ ചെയ്യാൻ സാധ്യമല്ല, അവരവർ തന്നെ അതിൻ്റെ സുഖം അനുഭവിച്ച് തീർക്കണം. ഇത് രണ്ടും ഇല്ലാതെ വന്നാലാണ് നമുക്ക് ഈ അജ്ഞതയുടെ കവചം ഭേദിക്കാൻ സാധിക്കൂ. അതായത് പാപരാഹിത്യം വരണം, ഈ പുണ്യ കർമ്മങ്ങളുടെ ഫലവും അനുഭവിക്കാൻ ബാക്കി ഉണ്ടാകരുത്. ഇത് രണ്ടും സമാവസ്ഥയിലെത്തിയാലാണ് നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലെത്താനുള്ള ആത്മബോധത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കൂ. ആ പരമമായ ജ്ഞാനം, അജ്ഞതയുടെ കവചം പൂർണ്ണമായിട്ടും ഭേദിച്ച് ആത്മപ്രകാശം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ പുണ്യപാപങ്ങൾ ഒന്നും ഭഗവാന് സമർപ്പിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അതൊന്നും രണ്ടും ഭഗവാൻ പുണ്യം സ്വീകരിക്കുകയില്ല, പാപം ഒഴിഞ്ഞു വച്ചാലും ഏറ്റെടുക്കുകയുമില്ല. അത് നമുക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ തൽക്കാലം ചെയ്യുന്ന ഒരു ക്രിയ മാത്രമാണ് എന്നുകൂടി സത്യത്തെ അറിഞ്ഞിരിക്കുക. ഇത് രണ്ടും നമ്മൾ ഈ ജന്മത്തെ അനുഭവിക്കുന്ന, സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിലും ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിലും ഒക്കെ പൂർവ്വജന്മ കർമ്മഫലം.
അത് ഒരു കാരണവശാലും ആർക്കും ഷെയർ ചെയ്യാൻ സാധ്യമല്ല. അത് ഈശ്വരന് കൊണ്ട് സമർപ്പിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ഇവിടെ സമർപ്പിക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവ കരോമി സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിരാശങ്കചക്രം കൗമോദകിം സരസിജങ്കരണാസമുദ്രം രാധാസഖായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. എല്ലാവർക്കും നമസ്കാരം.